Good evening. My name is Akshaya. I had an All India rank of 2627 in the year 2020. Now I'm doing final year MBBS in AIMS Nagpur. In നമ്മൾ NCERT exemplar questionന്റെ സൊല്യൂഷൻ ഇന്നലത്തെ കണ്ടിന്യൂവേഷൻ ചെയ്യാൻ പോവാണ് ഓഫ് ദി ചാപ്റ്റർ ട്രാൻസ്പോർട്ടിംഗ് പ്ലാൻസ്. നമ്മൾ 15th ക്വസ്റ്റ്യൻ വരെ ചെയ്തിരുന്നു. ഇന്ന് നമ്മൾ 16th ക്വസ്റ്റ്യൻ തൊട്ട് കണ്ടിന്യൂ ചെയ്യാണ്. അപ്പൊ 16th ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് എന്താണ്? How does most of the water moves within the root? അപ്പോൾ ഇതിലെന്താണ് അറിഞ്ഞിരിക്കേണ്ടത്? കോൺസെപ്റ്റ് എന്താന്ന് വെച്ചാല് നമുക്കറിയാം റൂട്ട് ആണ്, ത്രൂ റൂട്ട് ആണ് എന്ത് അബ്സോർപ്ഷൻ നടക്കുന്നത്? മിനറൽസിന്റെയും വാട്ടറിന്റെയും അബ്സോർപ്ഷൻ നടക്കുന്നത്. ഇനി ഈ അബ്സോർപ്ഷൻ എങ്ങനെയാണ് വയാ ദി റൂട്ട് മൂവ് ചെയ്യുന്നത് ആൻഡ് ഏത് പാത്വേ വഴിയാണ്, ഏത് സെൽസ് വഴിയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് ഇന്നലെ നമ്മൾ ലാസ്റ്റ് ചെയ്തു വെച്ച ക്വസ്റ്റ്യന്റെ ഓൾമോസ്റ്റ് സിമിലർ ആണ്. അതായത് സോയിലാണ് പ്ലാന്റ് എക്സിസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഫ്രം ദി സോയിൽ ടു ദി റൂട്ട് എങ്ങനെയാണ് വാട്ടർ മൂവ്മെന്റ് നടക്കുന്നതെന്ന് വെച്ചാൽ എങ്ങനെയും നമുക്ക് പറയാൻ പറ്റും? വാട്ടർ മൂവ്സ് വയ വിച്ച് പ്രോസസ്? ദി പ്രോസസ് ഓഫ് ഓസ്മോസിസ് എന്ന് പറയാൻ പറ്റും. ഇനി നമുക്ക് അറിയാവുന്ന കാര്യം എന്താ? സോയിലിലെ വാട്ടർ പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ വാട്ടറിന്റെ കോൺസെൻട്രേഷൻ റൂട്ട് ഹെയറുമായിട്ട് കൺസിഡർ ചെയ്യുമ്പോൾ എങ്ങനെയാണ്? സോയിലില് ഹൈ വാട്ടർ പൊട്ടൻഷ്യൽ ആണ് ദാൻ ഏതെന്ന്? നമ്മുടെ റൂട്ട് ഹെയർ. ഇനി ഇങ്ങനെ സോയിലിന് ഓൾറെഡി ഹൈ വാട്ടർ പൊട്ടൻഷ്യൽ ഉണ്ട്. അവിടുന്ന് വയ റൂട്ട് ഹെയറിന്റെ സെല്ലിൽ കൂടി റൂട്ടിലെ കൂടി എങ്ങനെ ഓസ്മോസിസ് എന്ന പ്രോസസ് വഴിയാണ് നമ്മൾ ത്രൂ ഔട്ട് സൈലം വഴി ഏത് വാട്ടർ മിനറൽസും ട്രാൻസ്പോർട്ട് നടക്കുന്നത്. അപ്പോ അതെങ്ങനെയായിരിക്കും? നമ്മൾ ഇന്നലെ കണ്ടിരുന്നു വാട്ടർ മിനറൽസും അബ്സോർബ് ചെയ്ത് അത് ട്രാവേഴ്സ് ചെയ്യണം ഓൾ അലോങ് ദി പ്ലാന്റ്. അതിന് രണ്ട് വഴിയാണ് റൂട്ട് ഹെയർ അബ്സോർപ്ഷൻ നടക്കുന്നത്. ആ രണ്ട് വഴിയാണ് ഏത്? രണ്ട് പാത്വേ വിച്ച് ഇസ് അപ്പോപ്ലാസ്റ്റിക് ഒന്നും രണ്ടാമത്തത് സിംപ്ലാസ്റ്റിക്കും. അതായത് അബ്സോർപ്ഷൻ ഓഫ് വാട്ടർ ബൈ റൂട്ട്സ് ഇന്നലത്തെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ 15th ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. ഒന്നുകിൽ ആക്റ്റീവ് ആവാം അല്ലെങ്കിൽ പാസീവ് ആവാം. ആക്റ്റീവ് ഏതിന്റെ കേസിലാണ്? ഇൻ സിംപ്ലാസ്റ്റ് പാത്വേ. ഇതിലെങ്ങനെയാണ്? നമ്മുടെ സെല്ലുണ്ട് ഇവിടെ, വയാ ദി പ്രോട്ടോപ്ലാസം ഓഫ് ദി സെൽ വാട്ടർ പാസ് ഡൗൺ ചെയ്യാണ് ഫ്രം വൺ സെൽ ടു ദി അതർ. ഇനി പാസീവ് അബ്സോർപ്ഷൻ അല്ലെങ്കിൽ അപ്പോപ്ലാസ്റ്റ് പാത്വേയിൽ എങ്ങനെയാണ്? ഓൺലി ദ നോൺ ലിവിങ് സെൽ കോമ്പണൻസ് മാത്രമേ ഇൻവോൾവ് ആവുന്നുള്ളൂ. അതായത് നമ്മുടെ സെൽ വാളും അതിന്റെ ഇന്റർ സെല്ലുലാർ സ്പേസും. ഇപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റും? സെൽ വാളും ഇന്റർ സെല്ലുലാർ സ്പേസും മാത്രം എങ്ങനെയാണ് വാട്ടറിന്റെ ട്രാൻസ്പോർട്ട് നടക്കുന്നത്. അപ്പൊ അത് ഏത് പാത്വേ ആണ്? അപ്പോപ്ലാസ്റ്റ് പാത്വേ. പിന്നെ ഇതിന്റെ രണ്ടിന്റെ ഡിഫറൻസസ് നമ്മൾ ഓൾമോസ്റ്റ് ഇന്നലെ കണ്ടതാണ്. എങ്ങനെ? കോർട്ടെക്സില് മോസ്റ്റ്ലി എല്ലാ അയൺസും വാട്ടർ മൂവ് ചെയ്യുന്നത് ത്രൂ അപ്പോപ്ലാസ്റ്റിക് പാത്വേ ആണ്. പക്ഷെ ബിയോണ്ട് ദി കോർട്ടെക്സ് കഴിഞ്ഞ് എങ്ങനെയാണ് മെയിൻലി ഡെലിവർ ആവുന്നത്? ഏത് പാത്വേ വഴിയാണ്? സിംപ്ലാസ്റ്റിക് പാത്വേ വഴിയാണ്. അപ്പോ നമുക്ക് അപ്പോപ്ലാസ്റ്റിക് പാത്വേ എന്താന്ന് നോക്കുകയാണെങ്കിൽ എന്ത് മനസ്സിലായി? നമുക്കറിയാം നമ്മുടെ സെൽസ് ആർ കണക്റ്റഡ് ടു ഈച്ച് അതർ ആൻഡ് നമുക്കറിയാം ഇതിന്റെ ഇടയ്ക്ക് കുറച്ച് സെല്ലുലാർ സ്പേസും ഉണ്ടാവും ആൻഡ് അവരിങ്ങനെ അപ്പോസ്ഡ് ആവുന്നത് അവരുടെ സെൽ വാളിന്റെ റീജിയൻ ആണ് വിത്ത് വൺ അനദർ. അപ്പോ അപ്പോപ്ലാസ്റ്റിക് പാത്വേയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന എന്താ? ഇന്റർ കണക്റ്റഡ് സെൽ വാൾസ് ഉണ്ട്. ആൻഡ് ഈ സെൽ വാൾസ് എങ്ങനെയാണ്? കണ്ടിന്യൂസ് ആണ് ത്രൂ ഔട്ട് ദി പ്ലാന്റ്. പക്ഷേ എക്സെപ്റ്റ് വിച്ച് റീജിയൻ? നമ്മുടെ എൻഡോഡെർമിസില്, അതായത് റൂട്ടിന്റെ എൻഡോഡെർമിസില് കാസ്പേരിയൻ സ്ട്രിപ്പ് എന്ന് പറഞ്ഞ റീജിയൻ ഉണ്ട്. ആ റീജിയന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാല് കാസ്പേരിയൻ സ്ട്രിപ്പ് എന്ന് പറഞ്ഞാല് എൻഡോഡെർമിസിലെ റീജിയൻ ആണ്. ആൻഡ് ഈ എൻഡോഡെർമൽ സെൽസ്, ഈ സ്ഥലത്തെ എൻഡോഡെർമൽ സെൽസിന് സെൽ വാളിന്റെ മേലെ സൂബറിൻ എന്ന് പറയുന്ന ഒരു ഡെപ്പോസിഷൻ നമുക്ക് കാണാൻ പറ്റും. ആൻഡ് ഈ ഡെപ്പോസിഷൻ എങ്ങനെയായിരിക്കും? ഡെപ്പോസിഷൻ കാരണം അത് ഇംപെർമിബിൾ ടു വാട്ടർ ആയിരിക്കും. കാരണം വാട്ടറിനെ കടത്തി വിടില്ല ഈ പെർട്ടിക്കുലർ ലെയർ അറൌണ്ട് ദി സെൽ വാൾ. അപ്പോ അങ്ങനെ ഇറ്റ് ബ്ലോക്സ് ദി മൂവ്മെന്റ് ഓഫ് വാട്ടർ ആൻഡ് മിനറൽസ് ത്രൂ ദി സെൽ വാൾ റൂട്ട്. അപ്പൊ സെൽ വാളിൽ കൂടി അതുവരെ അപ്പോപ്ലാസ്റ്റിക് പാത്വേ കൂടി വന്നത് ഇവിടെ എത്തുമ്പോൾ എന്ത് പറ്റും? ഇറ്റ് ബ്ലോക്സ് ദി മൂവ്മെന്റ് ഓഫ് വാട്ടർ ആൻഡ് മിനറൽസ്. അപ്പൊ കോർട്ടിക്കൽ സെൽസ് വരെ ഏത് പാത്വേയിൽ കൂടിയായിരുന്നു? ത്രൂ അപ്പോപ്ലാസ്റ്റ് ആയിരുന്നു. പക്ഷെ എൻഡോഡെർമിസ് വഴി അവര് എങ്ങനെയാണ്? അവർ ഇൻസിസ്റ്റഡ് ആവാണ് വാട്ടർ ടു മൂവ് ബൈ
സിംപ്ലാസ്റ്റ്. ഇനി സിംപ്ലാസ്റ്റ് എന്താണ്? ഇനി അപ്പോപ്ലാസ്റ്റിക് പാത്വേയിൽ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി. ഇൻ ദി കോർട്ടെക്സ് എങ്ങനെയാണ് മൂവ് ചെയ്യുന്നത്, ഇന്റർ കണക്റ്റഡ് സെൽ വാൾ വഴി സെല്ലുലാർ സ്പേസ് വഴിയാണ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആൻഡ് മൂവ്മെന്റ് ഒക്കേഴ്സ് ത്രൂ ദി ഇന്റർ സെല്ലുലാർ സ്പേസസ് ആൻഡ് ദി സെൽ വാൾസ്. ആൻഡ് അത് നമ്മുടെ സെൽ മെംബ്രെയിൻ ക്രോസ് ചെയ്യില്ല, അല്ലെങ്കിൽ പ്രോട്ടോപ്ലാസം അല്ലെങ്കിൽ സൈറ്റോപ്ലാസം എൻറ്റർ ചെയ്യില്ല. ഇനി നമ്മൾ ഓൾറെഡി കണ്ടു എൻഡോഡെർമൽ സെൽസിന് ഈ ഡെപ്പോസിഷൻ ഉണ്ട്. അപ്പൊ അവിടെ അപ്പോപ്ലാസ്റ്റിക് പാത്വേ അലൗഡ് അല്ല. അവിടെ പിന്നെ പറ്റുന്നത് സിംപ്ലാസ്റ്റ് പാത്വേ ആണ്. സിംപ്ലാസ്റ്റിൽ എങ്ങനെ വാട്ടർ ഡയറക്ട്ലി സൈറ്റോപ്ലാസം എൻറ്റർ ചെയ്യാണ്. ആൻഡ് ഫ്രം വൺ സെൽ ടു അതർ, അടുത്ത സെല്ലിലേക്ക് അവരെങ്ങനെയാണ് ത്രൂ ദി പ്ലാസ്മോഡെസ്മേറ്റ അവര് മൂവ് ചെയ്യാണ്. അവര് ഇൻ ദ സെൻസ് വാട്ടർ ആൻഡ് ന്യൂട്രീഷൻ എന്താന്ന് വെച്ചാൽ. ഇനി കാസ്പേരിയൻ സ്ട്രിപ്പിൽ എങ്ങനെയാന്ന് നമ്മൾ ഓൾറെഡി കണ്ടു. ഇനി മൂവ്മെന്റ് ഓഫ് വാട്ടർ ത്രൂ ദി കാസ്പേരിയൻ സ്ട്രിപ്പ് നോക്കുകയാണെങ്കിൽ എങ്ങനെയാണ്? ഇവിടെ കാണിച്ചിരിക്കുന്നത് എന്താണ്? അതായത് നമ്മുടെ വേരിയസ് സെൽസ് ഉണ്ട്. ഏത് സെൽസ്? നമ്മുടെ റൂട്ടിന്റെ സെൽസ്. റൂട്ടിന്റെ ലേയേഴ്സ് നോക്കുകയാണെങ്കിൽ നമുക്ക് എപ്പിഡെർമിസ് ഉണ്ട്, കോർട്ടെക്സ് ഉണ്ട്, എൻഡോഡെർമിസ് ഉണ്ട്, പെരിസൈക്കിൾ ഉണ്ട്. എൻഡോഡെർമിസിലാണ് നമ്മുടെ കാസ്പേരിയൻ സ്ട്രിപ്പ്. അതായത് നമ്മുടെ ഏത് ഡെപ്പോസിഷൻ? നമ്മുടെ സൂബറിന്റെ ഡെപ്പോസിഷൻ. അപ്പോൾ അതുവരെ എൻഡോഡെർമൽ സെൽസ് വരെ എങ്ങനെയായിരിക്കും? സെൽ വാളിൽ കൂടിയും ഇന്റർ സെല്ലുലാർ സ്പേസിൽ കൂടിയും പോയവര് ഈ എൻഡോഡെർമിസ് ആവുമ്പോൾ കാസ്പേരിയൻ സ്ട്രിപ്പ് കാണുമ്പോൾ അവർ ഡയറക്ട്ലി സിംപ്ലാസ്റ്റ് പാത്വേ പോവും. അതായത് സിംപ്ലാസ്റ്റ് പറഞ്ഞാൽ എൻറ്ററിങ് ദി സൈറ്റോപ്ലാസം ത്രൂ ദി പ്ലാസ്മോഡെസ്മേറ്റ അവർ ട്രാവേഴ്സ് ചെയ്യും വാട്ടർ ആൻഡ് മിനറൽസ്. ഇത്രയാണ് ഏത് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്? 16th ക്വസ്റ്റ്യൻ നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഇനി 17th ക്വസ്റ്റ്യനും ഇതിന്റെ റിലേറ്റഡ് ആണ്. എന്താണ്? ഗിവ് ദി ലൊക്കേഷൻ ഓഫ് കാസ്പേരിയൻ സ്ട്രിപ്പ് ആൻഡ് എക്സ്പ്ലെയിൻ ഇറ്റ്സ് റോൾ ഇൻ ദി മൂവ്മെന്റ് ഓഫ് വാട്ടർ. മൂവ്മെന്റ് ഓഫ് വാട്ടർ കാസ്പേരിയൻ സ്ട്രിപ്പിന്റെ അറൌണ്ട് എങ്ങനെയാണ് നടക്കുന്നത്? ഇത്രയും കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്നത്. കാസ്പേരിയൻ സ്ട്രിപ്പ് എങ്ങനെയാണ്, എവിടെയാണ് കാണുന്നത്? കോർട്ടെക്സില് ഏത് സെൽസ് ഉണ്ട്? കോർട്ടെക്സ്, ഇതാണ് കോർട്ടെക്സ്. കോർട്ടെക്സിന്റെ ഉള്ളോട്ട് വരുമ്പോൾ സ്പെഷ്യലൈസ്ഡ് സെൽസ് ഉണ്ട്, ബാരൽ ഷേപ്ഡ് ആയിട്ടുള്ള സെൽസ്. ഇതിനെ നമ്മൾ എന്തെന്ന് വിളിച്ചു? എൻഡോഡെർമിസ് എന്ന് വിളിച്ചു. ആൻഡ് ഈ എൻഡോഡെർമിസ് ആണ് ഇന്നർ ബൗണ്ടറി ഓഫ് കോർട്ടെക്സ് ഫോം ചെയ്യുന്നത്. കാരണം എന്താ? ചുറ്റും കോർട്ടെക്സ് ആയിരുന്നു. ആൻഡ് ഇന്നർ മോസ്റ്റ് ബൗണ്ടറി എങ്ങനെയാണ്? എൻഡോഡെർമിസ് വഴിയാണ് സറൗണ്ട് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ ഫോം ചെയ്തിരിക്കുന്നത്. ആൻഡ് ഈ എൻഡോഡെർമിസിന്റെ പ്രത്യേകത എന്താണ്? അവർക്ക് സൂബറിൻ ഡെപ്പോസിഷൻ ഉണ്ട് ഇൻ ദി സെൽ വാൾ. ഇനി സൂബറിൻ ഒരു കണ്ടിന്യൂസ് ലെയർ ഫോം ചെയ്യണം. അപ്പോൾ ഇവിടം വരെ സെൽസ് സെൽ വാളിലേക്ക് കൂടിയും ഇന്റർ സെല്ലുലാർ സ്പേസിൽ കൂടിയും ട്രാവൽസ് ചെയ്യുമ്പോൾ ഇവിടെ എത്തുമ്പോൾ സ്റ്റക്ക് ആവും. കാരണം എന്താ? ഇവിടെ ഇൻ ടോട്ടൽ കണ്ടിന്യൂസ് ലെയർ ആയിട്ട് സൂബറിൻ ഉണ്ട്. അപ്പൊ അവർക്ക് പെർമിയബിലിറ്റി അലൗഡ് അല്ല. അപ്പൊ അവരെന്ത് ചെയ്യും? ദേ എൻറ്റർ ദി സെൽസ് ആൻഡ് ത്രൂ ദി പ്ലാസ്മോഡെസ്മേറ്റ ഒരു സെല്ലിൽ നിന്ന് അടുത്ത സെല്ലിലേക്ക് പോകാൻ തുടങ്ങും. അപ്പൊ ലൊക്കേഷൻ എങ്ങനെയാണ്? ഇന്നർ ബൗണ്ടറി ഓഫ് കോർട്ടെക്സ് ആയിട്ടാണ് നമ്മുടെ എൻഡോഡെർമൽ സെൽസ് കാണുന്നത്. ഈ എൻഡോഡെർമൽ സെൽസിലാണ് ഏതുള്ളത്? നമ്മുടെ സൂബറിൻ ഡെപ്പോസിഷൻ. അതിനെയാണ് നമ്മൾ കാസ്പേരിയൻ സ്ട്രിപ്പ് എന്ന് വിളിക്കുന്നത്. ഇവിടെ നമുക്ക് കാണാൻ പറ്റും എങ്ങനെ? ഇവിടെ ഈ ചുറ്റും ഇതെന്ന് പറയുന്നത് കോർട്ടെക്സിന്റെ കോർട്ടിക്കൽ സെൽസ് ആയിരുന്നു. അതിന്റെ ഇന്നർ മോസ്റ്റ് ബൗണ്ടറി ഏതുകൊണ്ട് ഫോം ചെയ്തു? എൻഡോഡെർമിസ് ആണ്. ആൻഡ് എൻഡോഡെർമിസിനെ തന്നെ എന്ത് ലെയർ കാണാം? ഇവിടെ അറൗണ്ട്, എങ്ങനെ? അറൗണ്ട് സെൽ വാളിൽ ഒരു ഡെപ്പോസിഷൻ കാണാം, കുറച്ച് ഡാർക്ക് ആൻഡ് ആയിട്ടുള്ള ഡെപ്പോസിഷൻ. അതിനെയാണ് നമ്മൾ ഇങ്ങനെ അറൗണ്ട് ദി സെൽ വാൾ ഡെപ്പോസിഷൻ കണ്ടു. അതാണ് നമ്മുടെ സൂബറിൻ ഡെപ്പോസിഷൻ. അപ്പോൾ ഇവിടുന്ന് എങ്ങനെ പോകാൻ പറ്റില്ല? ഇങ്ങനെ സെൽ വാള് ട്രാവേഴ്സ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് അവർ കംപ്ലീറ്റ്ലി ഇൻസൈഡ് സൈറ്റോപ്ലാസം അവർ ട്രാവേഴ്സ് ചെയ്യുന്നു. ഇനി എന്താണ് റോൾ ഓഫ് കാസ്പേരിയൻ സ്ട്രിപ്സ്? എന്താണ്? കാസ്പേരിയൻ സ്ട്രിപ്പിലുകൊണ്ട് വാട്ടറിന്റെ മൂവ്മെന്റ് അലൗഡ് അല്ല ടു പെനിട്രേറ്റ് ആസ്, കാരണം എന്താ? സൂബറിൻ ഇംപെർമിയബിൾ ആണ്. ആൻഡ് ഇതിന്റെ റിസൾട്ട് ആയിട്ട് വാട്ടർ എങ്ങനെയാണ്? മൂവ്സ് ത്രൂ ദി സിംപ്ലാസ്റ്റിക് പാത്വേ, അതായത് ത്രൂ ദി പ്ലാസ്മോഡെസ്മേറ്റ ഓഫ് ദി സെൽ ടു റീച്ച് ദി സെൽസ് ഓഫ് സൈലം. ഫൈനലി സൈലത്തിലെത്തിയാൽ നമുക്കറിയാം ട്രാൻസ്പോർട്ട് ചാനൽസ് ഒക്കെ ആരാണ് ഫോം ചെയ്യുന്നത്? നമ്മുടെ സൈലം. അപ്പൊ ഫൈനലി ഇവിടെ എത്തണം. റൂട്ട് ഹെയർ തൊട്ട് സൈലം വരെ കുറച്ച് ലേയേഴ്സ് ഉണ്ട്. അതിൽ തന്നെ എൻഡോഡെർമിസിലാണ് ഈ കാസ്പേരിയൻ സ്ട്രിപ്പ്. അതിലുകൊണ്ട് അവരവിടുന്ന് സിംപ്ലാസ്റ്റിക് പാത്വേ സ്വീകരിച്ച് ഫൈനലി അവരെവിടെ എത്തുന്നു? നമ്മുടെ സൈലത്തിൽ എത്തുന്നു. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം കുറച്ച് വാട്ടർ എങ്ങനെയാണ് വയാ ദി സെൽസ് പോകുന്നുണ്ട്, കുറച്ച് സെൽ വാളിൽ എൻറ്റർ ചെയ്യുന്നുണ്ട്. ആൻഡ് സെൽ വാളിൽ എൻറ്റർ ചെയ്യുന്നുണ്ട്, സെൽ വാളിന്റെ സ്പേസിൽ കൂടി പോകുന്നുണ്ട്. സെൽ വാളിന്റെ സ്പേസിൽ കൂടി വന്നത്
എല്ലാം എന്ത് പറ്റുന്നുണ്ട്, ഈ എൻഡോഡെർമിസിന്റെ ഈ ബൗണ്ടറി എത്തുമ്പോഴത്തേക്ക് എല്ലാം ഉള്ളിലേക്ക് പോവാണ്. പിന്നെ ആരും ഇങ്ങനെ ട്രാവേഴ്സ് ചെയ്യുന്നില്ല. അപ്പൊ അങ്ങനെ അലൗഡ് അല്ല. അപ്പൊ എല്ലാം കംപ്ലീറ്റ്ലി ഇൻസൈഡ് ദി സൈറ്റോപ്ലാസം എത്തുകയാണ്. ആൻഡ് ഇവിടെ എത്തിയ ആൾക്കാരൊക്കെ പിന്നെ ത്രൂ ദി സെൽ അല്ലെങ്കിൽ ത്രൂ ദി സൈറ്റോപ്ലാസം അല്ലെങ്കിൽ പ്രോട്ടോപ്ലാസം ഫൈനലി സൈലത്തിലേക്ക് എത്തിച്ചേരാണ്. പിന്നെ കുറച്ച് വാട്ടർ എങ്ങനെയാണ് ആദ്യം തൊട്ടേയും ട്രാവേഴ്സ് ചെയ്ത് വയാ ദി പ്ലാസ്മോഡെസ്മേറ്റ ഇങ്ങനെ പോകുന്നുണ്ട്. അവര് അങ്ങനെ ഡയറക്ട്ലി അങ്ങനെ തന്നെ പോയിക്കൊണ്ടിരിക്കും. ഇനി 18th ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ഗട്ടേഷൻ ആൻഡ് ട്രാൻസ്പിരേഷൻ. നമ്മൾ ഒരു ക്വസ്റ്റ്യൻ നേരത്തെ ഡിസ്കസ് ചെയ്തപ്പോൾ പാർട്ട് 1 ഡിസ്കസ് ചെയ്തതാണ്. ഞാൻ ഒന്നും കൂടി കാണിക്കാം ഡിഫറൻസസ് എന്തൊക്കെയാണ്. ഗട്ടേഷനിൽ എങ്ങനെയാണ് ലിക്വിഡ് ഡ്രോപ്പ് ആയിട്ടാണ് ലൂസ് ആവുന്നത്. അതേസമയം ട്രാൻസ്പിരേഷനിൽ ഇൻ ദി ഫോം ഓഫ് വേപ്പേഴ്സ് ആണ് ലോസ് നടക്കുന്നത്. ആൻഡ് ഈ ലോസ് ആവുന്ന ഡ്രോപ്ലെറ്റ് അല്ലെങ്കിൽ വാട്ടറിന്റെ കണ്ടന്റ് എങ്ങനെയാണ് ഗട്ടേഷനിൽ ഇനോർഗാനിക്കും ഓർഗാനിക് സബ്സ്റ്റൻസസിന്റെയും ഒരു ഡൈല്യൂട്ട് സൊല്യൂഷൻ ആണ് ഇങ്ങനെ മൂവ് ചെയ്യുന്നത് ഔട്ട് ഓഫ് ദി സെൽ അല്ലെങ്കിൽ ഔട്ട് ഓഫ് ദി പ്ലാന്റ്. പക്ഷെ ട്രാൻസ്പിരേഷനിൽ വേപ്പർ ആയതുകൊണ്ട് തന്നെ അത് പ്യുവർ വാട്ടർ ആണ്, അല്ലാണ്ട് ഇനോർഗാനിക്കും ഓർഗാനിക് കണ്ടന്റ്സ് ഒന്നും മൂവ് ചെയ്യുന്നില്ല. ഇനി ഇത് എവിടെ നിന്നാണ് വാട്ടർ ലോസ് സംഭവിക്കുന്നത്? ഗട്ടേഷനിൽ മാർജിൻസ് നിന്നും ടിപ്സ് ഓഫ് ലീവ്സ് നിന്നും സ്പെഷ്യൽ പാർട്സ് കോൾഡ് ഹൈഡത്തോട് നിന്നും ഒക്കെയാണ് ഗട്ടേഷൻ സംഭവിക്കുക. ട്രാൻസ്പിരേഷൻ ജനറൽ സർഫസ് ഏരിയ ആണ്, നമ്മുടെ ലീവ്സിന്റെ അല്ലെങ്കിൽ യങ് സ്റ്റെമ്മിന്റെ ഏരിയൽ പാർട്സിൽ കൂടിയാണ് വാട്ടർ വേപ്പർ ആയിട്ട് വാട്ടർ ലോസ് സംഭവിക്കുന്നത്. ഇനി എക്സസീവ് ഗട്ടേഷൻ നടന്നാല് എന്താണ് ലോസ് ഓഫ് ടർജിഡിറ്റിയോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഗട്ടേഷനിൽ എക്സസീവ് ആയിട്ട് നടന്നാൽ കോസ് ചെയ്യുന്നില്ല. പക്ഷെ ട്രാൻസ്പിരേഷൻ എക്സസീവ് ആയിട്ട് നടന്നാൽ ഇറ്റ് ഇസ് ലീതൽ ടു ദി പ്ലാന്റ്. ഇത്രയാണ് മെയിൻ പോയിന്റ്സ് ഓഫ് ഡിഫറൻസസ് ബിറ്റ്വീൻ ഗട്ടേഷൻ ആൻഡ് ട്രാൻസ്പിരേഷൻ. എന്താണ് ലൂസ് ആവുന്നത്, അതിന്റെ അത് എന്താണ് അതിൽ ഇനോർഗാനിക് ഓർഗാനിക് സബ്സ്റ്റൻസ് ഉണ്ടോ, പ്യുവർ ആണ്, അതിന്റെ കോൺസ്റ്റിറ്റ്വൻസ് എന്തൊക്കെയാണ്, ആൻഡ് എവിടെ നിന്നാണ് വാട്ടർ ലോസ് സംഭവിക്കുന്നത്. ഓവർ ആയിട്ട് അല്ലെങ്കിൽ എക്സസീവ് ലോസ് സംഭവിച്ചാൽ എന്തായിരിക്കും ഇംപ്ലിക്കേഷൻസ്. ഇത്രയും കാര്യങ്ങളാണ് ഡിഫറൻസിൽ നിങ്ങൾ എഴുതേണ്ടത്. ഇത് തന്നെയാണ് സൊല്യൂഷൻ. ഞാൻ ജസ്റ്റ് ഒന്ന് വായിച്ചു വിടാം. ഗട്ടേഷൻ എങ്ങനെ ലോസ് ഓഫ് വാട്ടർ ആണ്, ലിക്വിഡ് ഡ്രോപ്പ് ആയിട്ടാണ് പോകുന്നത് ഫ്രം ദി എഡ്ജ് അല്ലെങ്കിൽ മാർജിൻ ഓഫ് ദി ലീവ്സ് അല്ലെങ്കിൽ ഹൈഡത്തോട്. ഇനി ട്രാൻസ്പിരേഷൻ എന്താണ്, വാട്ടർ വേപ്പർ ആയിട്ട് ലോസ് നടക്കാണ് ഫ്രം ദി ഏരിയൽ പാർട്ട് ഓഫ് ദി പ്ലാന്റ്. ഇനി ഗട്ടേഷൻ എപ്പോഴാണ് നടക്കുന്നത്? അക്കേഴ്സ് ഏർലി മോർണിംഗ് അല്ലെങ്കിൽ അറ്റ് നൈറ്റ്. ഇതിന്റെ പ്രത്യേകത എന്താ? ഏർലി മോർണിംഗ് അല്ലെങ്കിൽ അറ്റ് നൈറ്റ് ഗട്ടേഷൻ നടക്കണമെങ്കിൽ വേറെ ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. അതിന്റെ ക്രൈറ്റീരിയ എന്തായിരിക്കണം? നമ്മുടെ റൂട്ട് പ്രഷർ ഷുഡ് ബി ഹയർ ദാൻ എങ്ങനെ റേറ്റ് ഓഫ് ട്രാൻസ്പിരേഷൻ. അപ്പോൾ ഈ നൈറ്റിലും ഏർലി മോർണിംഗിലും നൈറ്റിലും എങ്ങനെയായിരിക്കും? ഹ്യൂമിഡിറ്റിയും റൂട്ട് പ്രഷറും കൂടിയിരിക്കുന്ന അവസ്ഥയിലാണ് എന്ത് നടക്കുന്നത്? ഗട്ടേഷൻ നടക്കുന്നത്. കാരണം ഹ്യൂമിഡ് ആവുമ്പോൾ നമ്മുടെ ട്രാൻസ്പിരേഷൻ റേറ്റ് കുറവായിരിക്കും ആൻഡ് ഓൾറെഡി റൂട്ട് പ്രഷർ ഹൈ ആയിരിക്കും. എങ്ങനെയാണ് നമുക്ക് നാച്ചുറലി ഗട്ടേഷനൊരു ടെൻഡൻസി അല്ലെങ്കിൽ ചാൻസ് കൂടിയിരിക്കാണ്. ആൻഡ് ട്രാൻസ്പിരേഷൻ occurs in the daytime. ഇനി സ്ട്രക്ചേഴ്സ് ഇൻവോൾവ് ഏതാണ്? ഗട്ടേഷനിൽ ഹൈഡത്തോട് വഴിയാണ് നമ്മുടെ വാട്ടർ ലോസ് സംഭവിക്കുന്നത്. ആൻഡ് ഈ ഹൈഡത്തോട് മാർജിൻ ഓഫ് ദി ലീവ്സിൽ നമുക്ക് കാണാൻ പറ്റും. ട്രാൻസ്പിരേഷനിൽ ഏതിലേക്കൂടെയാണ്? ത്രൂ സ്റ്റൊമേറ്റ ആവാം, ലെന്റിസിൽസ് ആവാം, ബാക്ക് ആവാം, അല്ലെങ്കിൽ ക്യൂട്ടിക്കിൾസ് ആവാം. ഇനി ലോസ് ഓഫ് വാട്ടർ ഗട്ടേഷനിൽ ഞാൻ ഓൾറെഡി പറഞ്ഞു ലിക്വിഡ് ആയിട്ടാണ്, പക്ഷെ ട്രാൻസ്പിരേഷനിൽ വേപ്പറിന്റെ ഫോമിലാണ് പോകുന്നത്. ഇനി ഗട്ടേഷൻ മോസ്റ്റ്ലി ഇസ് ഒബ്സർവ്ഡ് ഇൻ ഹെർബേഷ്യസ് പ്ലാന്റ്സ്. പക്ഷെ ട്രാൻസ്പിരേഷൻ എങ്ങനെയാണ്? ടെറസ്ട്രിയലിലും ഹെർബേഷ്യസ് പ്ലാന്റ്സിലൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഇത്രയും പോയിന്റ്സ് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാം. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് ഈ പിക്ചറിൽ കാണാൻ പറ്റും എങ്ങനെ ഈ ലീവ്സിന്റെ അറ്റത്ത് വാട്ടർ ഡ്രോപ്പ് ആയിട്ട് ഫോം ചെയ്ത് അതിങ്ങനെ ഇറ്റിറ്റ് വീഴുന്നത് കുറച്ച് കഴിയുമ്പോൾ. ഇതിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്? ഗട്ടേഷൻ എന്ന് വിളിക്കുന്നത്. ആൻഡ് ലീഫിന്റെ അപ്പെക്സിലുള്ള ഒരു അല്ലെങ്കിൽ ലീഫിന്റെ മാർജിനിൽ അല്ലെങ്കിൽ എഡ്ജിലുള്ള ഒരു പ്രത്യേകതരം സ്ട്രക്ചേഴ്സ് ആണ് ഹൈഡത്തോട്. ഹൈഡത്തോടാണ് ഇവിടെ നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റുന്നത്. ഇതിൽ കൂടിയാണ് എന്ത് നടക്കുന്നത്? വാട്ടർ ഡ്രോപ്ലെറ്റ് ഊസ് ഔട്ട് ചെയ്യുന്നത് ആൻഡ് ഗട്ടേഷൻ നടക്കുന്നത് നമ്മൾ പറഞ്ഞത്. ഇനി ഹൈഡത്തോടിന്റെ ഉള്ളിൽ നമുക്ക് കാണാൻ പറ്റുന്ന സെൽസിനെയാണ് എപ്പിഥെം എന്ന് വിളിക്കുന്നത്, വിച്ച് ആർ തിൻ വാൾഡ് പാരൻകൈമൽ സെൽസ്. ഇത്രയും കാര്യങ്ങളാണ്. ആൻഡ് ഔട്ടർ മോസ്റ്റ് ലെയർ നിങ്ങൾക്ക് ഒരു തിക്ക് ഡെപ്പോസിഷൻ കാണുന്നുണ്ടെങ്കിൽ അതാണ് നമ്മുടെ ക്യൂട്ടിക്കിൾ, വിച്ച് ഇസ് എ വാക്സി ലെയർ ഫോർ പ്രൊട്ടക്ഷനും കാര്യത്തിനൊക്കെ ഉള്ളത് പ്ലാന്റ്സിന്റെ. ഇനി ഇതും അഗൈൻ സെയിം തിങ് ടാബുലാർ ഫോർമാറ്റിൽ എഴുതിയിരിക്കുകയാണ്. ഞാൻ ജസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് മാർക്ക് ചെയ്ത് വെക്കാം. ഡേ ടൈം, മോർണിംഗ് അല്ലെങ്കിൽ നൈറ്റ്,
ഹൈഡത്തോടാണ്, ഇൻ ദ ഫോം ഓഫ് ലിക്വിഡ് ആണ്, ഹെർബേഷ്യസ് പ്ലാന്റ്സ് ആണ്. ട്രാൻസ്പിറേഷൻ എങ്ങനെയാണ്? വാട്ടർ വേപ്പർ ആയിട്ട് ഡേ ടൈമിൽ ത്രൂ സ്റ്റൊമേറ്റ, ലെന്റിസെൽ, ബാർക്ക് അല്ലെങ്കിൽ ക്യൂട്ടിക്കിൾ ഇൻ ദി ഫോം ഓഫ് വേപ്പേഴ്സ് ആൻഡ് സീൻ ഇൻ ടെറസ്ട്രിയൽ അല്ലെങ്കിൽ ഹെർബേഷ്യസ് പ്ലാന്റ്സ്. ഇനി 19th ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്ന ട്രാൻസ്പിറേഷൻ ഇസ് എ നെസസറി ഈവിൾ ഇൻ പ്ലാന്റ്സ് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അറ്റ് ദ സെയിം ടൈം പ്ലാന്റ്സിന് ട്രാൻസ്പിറേഷൻ എത്രമാത്രം നെസസറി ആണ്, പക്ഷേ പ്ലാന്റ്സിന് ആക്ച്വലി എക്സസീവ് ആയിട്ട് നടന്നാൽ ലീതാലിറ്റി ഉണ്ടാവുന്ന ഞാൻ പറഞ്ഞിരുന്നു. അപ്പൊ അതെങ്ങനെയാണ്? ട്രാൻസ്പിറേഷൻ വാട്ടർ ലോസ് കോസ് ചെയ്യുന്നതുകൊണ്ട് അത് ഈവിലും ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഈ രണ്ടും ബാലൻസ് എങ്ങനെയാണ് പോകുന്നത് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഫസ്റ്റ് ട്രാൻസ്പിറേഷൻ എന്താണ് ജസ്റ്റ് ഒന്ന് പറയുക, ആൻഡ് അതിന്റെ സിഗ്നിഫിക്കൻസ് എന്താണ്? നമുക്കറിയാം ട്രാൻസ്പിറേഷൻ കൊണ്ട് പ്ലാന്റ്സിന് പല പല യൂസസ് ഉണ്ട് അല്ലെങ്കിൽ യൂട്ടിലിറ്റീസ് ഉണ്ട്. അതില് ഫസ്റ്റ് തിങ് എന്താന്ന് വെച്ചാൽ അസെന്റ് ഓഫ് സാപ്പ്. അസെന്റ് ഓഫ് സാപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ഓൾറെഡി പഠിച്ചിരുന്നു ട്രാൻസ്പിറേഷൻ ഫുൾ തിയറി. ഞാൻ പറഞ്ഞിരുന്നു ഒരു എന്തെങ്കിലും വാട്ടർ ഉള്ള ഒരു ഗ്ലാസ് അല്ലെങ്കിൽ ഒരു കണ്ടെയ്നറിൽ നമ്മൾ സ്ട്രോ ഇട്ട് പതുക്കെ വലിച്ചെടുക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു സക്ഷൻ ഫോഴ്സ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ പറ്റും എന്ത് ആ നെഗറ്റീവ് പ്രഷർ കാരണം സ്ട്രോയിന്റെ ഉള്ളിൽ കൂടി എന്ത് വരുന്ന വെള്ളം വരുന്നത്. ഇതേപോലെ തന്നെ ട്രാൻസ്പിറേഷൻ കാരണം എൻഡിൽ നിന്ന് വാട്ടറിന്റെ ലീവ്സിന്റെ എൻഡിൽ നിന്ന് അല്ലെങ്കിൽ ലീവ്സിന്റെ ഏരിയൽ സർഫസിൽ നിന്ന് വാട്ടർ ലോസ് സംഭവിക്കുന്നു. ആ വാട്ടർ ലോസ് അല്ലെങ്കിൽ വാട്ടറിന്റെ കുറവ് അവിടെ ഒരു സക്ഷൻ ഫോഴ്സ് ജനറേറ്റ് ചെയ്യാണ്. ആൻഡ് ആ സക്ഷൻ ഫോഴ്സ് ഒരു ട്രാൻസ്പിറേഷൻ പുൾ എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടാക്കാണ്. ആ പുള്ള് കാരണം എന്ത് പറ്റുന്നു? റൂട്ടിൽ നിന്ന് ഡയറക്ട്ലി ഫ്രം ദ റൂട്ട് തൊട്ട് നമ്മുടെ അതർ പാർട്സ് അല്ലെങ്കിൽ ടിപ്പ് വരെ എന്തുണ്ടാവാണ്? അബ്സോർപ്ഷൻ ആൻഡ് ട്രാൻസ്പോർട്ട് ഓഫ് വാട്ടർ ഉണ്ടാവാണ്. എന്തിന്റെ കാരണം? ഈ സക്ഷൻ ഫോഴ്സ് ഡ്യൂ ടു വാട്ടർ ലോസ്. ഇനി ഈ അസെന്റ് ഓഫ് സാപ്പിന്റെ കൂടെ നമുക്ക് ഓൾറെഡി വാട്ടറും ന്യൂട്രീഷനും വരുന്നുണ്ട്, അതേപോലെ മിനറൽസിന്റെ ഡിസ്ട്രിബ്യൂഷനും ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇതിനെയാണ് പറയുന്നത് അസെന്റ് ഓഫ് സാപ്പ്. അസെന്റ് എന്ന് പറഞ്ഞാൽ അസെന്റ് ചെയ്യുക അല്ലെങ്കിൽ മേലോട്ടേക്ക് വരിക, താഴ്ന്ന് മേലോട്ടേക്ക് വരിക എന്നുള്ളൊരു സെൻസിൽ. ഇനി കൂളിംഗ് എഫക്ട്, ഇതാണ് രണ്ടാമത്തെ പോയിന്റ്. കൂളിംഗ് എഫക്ട് എന്തുകൊണ്ടാണ്? നമുക്കറിയാം നമ്മൾ സ്വെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ചെറിയ കൂളിംഗ് എഫക്ട് ഉണ്ടാവും. ഇതേപോലെ തന്നെ നമ്മുടെ പ്ലാന്റ്സ് സ്വെറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ട്രാൻസ്പിറേഷൻ അല്ലെങ്കിൽ വാട്ടർ ലോസസ് വാട്ടർ വേപ്പേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇവാപറേറ്റീവ് ലോസ് ഓഫ് വാട്ടർ ഉള്ളതുകൊണ്ട് ലീവ്സിനും ഒരു കൂളിംഗ് എഫക്ട് ഉണ്ടാവും. ആൻഡ് ട്രാൻസ്പിറേഷൻ നടക്കുന്നു, സക്ഷൻ ഫോഴ്സ് ജനറേറ്റ് ചെയ്യുന്നു, അങ്ങനെ ഫുള്ള് അസെന്റ് ഓഫ് സാപ്പ് അല്ലെങ്കിൽ മേലോട്ടേക്കുള്ള ട്രാൻസ് ലൊക്കേഷൻ ഓഫ് വാട്ടർ ആൻഡ് മിനറൽസ് ഉള്ളതുകൊണ്ട് നമുക്ക് ഫോട്ടോസിന്തസിന്റെ ഇമ്പോർട്ടന്റ് റോ മെറ്റീരിയൽ ആയ വാട്ടറിന് പ്രൊവൈഡ് ചെയ്യാനും ഇത് ഹെൽപ്പ് ചെയ്യുന്നു. കാരണം റൂട്ടിൽ നിന്ന് വലിച്ചെടുത്താലല്ലേ നമ്മുടെ പ്ലാന്റ്സിന് കിട്ടുള്ളൂ. അപ്പൊ റൂട്ടിൽ നിന്ന് വലിച്ചെടുക്കാൻ നമ്മൾ ഈ സക്ഷൻ ഫോഴ്സ് ഹെൽപ്പ് ചെയ്യുന്നു. അപ്പൊ ഇറ്റ് ഓൾസോ ഹെൽപ്സ് ദി പ്ലാന്റ്സ് ടു ഗെറ്റ് വാട്ടർ വിച്ച് ഇസ് ദ മെയിൻ റോ മെറ്റീരിയൽ റിക്വയർഡ് ഫോർ ഫോട്ടോസിന്തസിസ് അല്ലെങ്കിൽ അവരുടെ ഫുഡ് ഉണ്ടാക്കുന്നതിന്റെ ആവശ്യത്തിന്. ഇനി എന്താണ് ഡിസഡ്വാൻറ്റേജസ്? ഇപ്പൊ ഇത്രയും കാരണം അസെന്റ് ഓഫ് സാപ്പ്, കൂളിംഗ് എഫക്ട്, ഫോട്ടോസിന്തസിന് വാട്ടർ പ്രൊവൈഡ് ചെയ്യുക, അതായത് റോ മെറ്റീരിയൽ പ്രൊവൈഡ് ചെയ്യുക, ഇത്രയും കൊണ്ട് നമുക്ക് പറയാം ട്രാൻസ്പിറേഷൻ ഇസ് നെസസറി ഫോർ ദ പ്ലാന്റ്സ്. ഇനി എന്തുകൊണ്ടാണ് ട്രാൻസ്പിറേഷൻ ഈവിൽ എന്ന് ചോദിച്ചാൽ എന്ത് പറയാൻ പറ്റും? കാരണം ട്രാൻസ്പിറേഷന് കുറെ ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്. അത് എന്തൊക്കെയാണ്? ഒന്നാമത്തെ കാര്യം, ട്രാൻസ്പിറേഷൻ ഒരുപാട് ലാർജ് അമൗണ്ട്സിൽ അൺകൺട്രോൾഡ് ആയിട്ട് നടന്നു കഴിഞ്ഞാൽ അതിങ്ങനെയാണ് ലീതലാണ് പ്ലാന്റ്സിന്. കാരണം എന്താ? എക്സസീവ് വാട്ടർ ലോസ് സംഭവിക്കുന്നു ആൻഡ് ഇറ്റ് ലീഡ്സ് ടു വിൽട്ടിംഗ് ഓഫ് ദി പ്ലാന്റ് ഉണങ്ങി പോകാൻ സാധ്യതയുണ്ട്, കുറെ വെള്ളം നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇനി ദ വാട്ടർ നമുക്കറിയാം ഫോട്ടോസിന്തസിന്റെ മെയിൻ റോ മെറ്റീരിയൽ ആയതുകൊണ്ട് അതിന് ഉപയോഗിക്കാൻ വെച്ച വാട്ടർ എങ്ങനെയാണ്? ഈ പ്രോസസ്സ് വഴി ചിലപ്പോൾ ലീവ്സിൽ നിന്ന് നഷ്ടപ്പെട്ടു പോവാം. റൂട്ടിൽ നിന്ന് പുള്ളൊക്കെ ക്രിയേറ്റ് ചെയ്ത് മേലോട്ട് വന്ന് പ്രൊവൈഡ് ചെയ്യാം, അത് ഒരു ഓപ്ഷൻ. പക്ഷെ എക്സസീവ് ആയിട്ട് നടക്കുമ്പോൾ ഈ റോ മെറ്റീരിയലിന് എടുത്തു വെച്ച വെള്ളം പോലും എങ്ങനെയാണ്? ലോസ്റ്റ് ആവാണ് വയ ദി സ്റ്റൊമേറ്റ. അപ്പോൾ ഇതുകൊണ്ട് നമുക്ക് എന്താ പറയാം? 2 ഡിസഡ്വാൻറ്റേജസ് വന്നു, 3 അഡ്വാൻറ്റേജസ് വന്നു. ഇതുകൊണ്ട് നമുക്ക് പറയാം ട്രാൻസ്പിറേഷൻ ഇല്ലാണ്ട് പറ്റൂല, ബട്ട് ഇറ്റ് ഇസ് എ നെസസറി ഈവിൽ. ഇനി 20th ക്വസ്റ്റ്യൻ എന്താണ് ചോദിച്ചിരിക്കുന്നത്? ഡിസ്ക്രൈബ് ബ്രീഫ്ലി ദ 3 ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് വാട്ടർ വിച്ച് ഹെൽപ്പ് ഇൻ അസെന്റ് ഓഫ് വാട്ടർ ഇൻ സൈലം. അപ്പോൾ വാട്ടറിന്റെ പ്രോപ്പർട്ടീസ് ആണ് ഇപ്രാവശ്യം ചോദിച്ചിരിക്കുന്നത്. ലീഡിങ് ടു എന്ത്? അസെന്റ് ഓഫ് സാപ്പ് അല്ലെങ്കിൽ മേലോട്ടേക്ക് വാട്ടർ ട്രാൻസ്ലൊക്കേറ്റ് അല്ലെങ്കിൽ ട്രാൻസ്പിറേഷൻ ഫുള്ള് കാരണം മേലോട്ടേക്ക് വരണമെങ്കിൽ വാട്ടറിന് ചില ക്വാളിറ്റീസ് വേണം. ആ ക്വാളിറ്റീസ് എന്തൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് പറയാൻ പറ്റും 3 ക്വാളിറ്റീസ് ഓഫ് വാട്ടർ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇവിടെ ആൻഡ് ഗിവൺ ഇൻ NCERT. അതേതാണ്? ഒന്ന് അഡ്ഹഷൻ,
അഡഷൻ എന്ന് പറഞ്ഞാൽ എന്താ? അഡസീവ് എന്ന് പറഞ്ഞാൽ എന്താ? ഇങ്ങനെ ഒട്ടിപ്പിടിക്കുന്ന, അതായത് അഡസീവ് ടേപ്പ് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും. ഇങ്ങനെ സെല്ലോ ടേപ്പ് പോലെ ഒട്ടിപ്പിടിക്കാൻ സഹായിക്കുന്ന ടേപ്പ്. അതേപോലെ തന്നെ അപ്പൊ അഡഷൻ എന്താണ്? നമ്മുടെ വാട്ടർ മോളിക്യൂൾസ്, അതായത് ഒരു വാട്ടർ മോളിക്യൂള് ഒരുപാട് വാട്ടർ മോളിക്യൂൾ ഉണ്ടാകുമ്പോഴാണല്ലോ കുറെ വാട്ടർ പൊട്ടൻഷ്യൽ കൂടുതലാണ് നമ്മൾ പറയാം. അപ്പോൾ ഈ ഒരു വാട്ടർ മോളിക്യൂളും മറ്റേ വാട്ടർ മോളിക്യൂളും തമ്മിൽ ഇങ്ങനെ എന്തെന്ന് പറയാം, ഈ ഒരു അട്രാക്ഷൻ ഉണ്ട്. ഈ അട്രാക്ഷൻ കാരണമാണ് ഇത്രയും വാട്ടർ ഒരുമിച്ച് മൂവ് ചെയ്യുന്നത്. അല്ലെങ്കിൽ എന്ത് പറ്റും? റൂട്ട് വലിച്ചെടുത്ത വാട്ടർ മോളിക്യൂൾ വൺ ബൈ വൺ ആണ് ട്രാൻസ്ലൊക്കേഷൻ നടക്കുക, അല്ലെങ്കിൽ മൂവ്മെന്റ് നടക്കുക. ഇവിടെ എങ്ങനെയാണ്? വാട്ടർ മോളിക്യൂൾസ് തമ്മിൽ ഒരു അട്രാക്ഷൻ ഉള്ളത് കൊണ്ട് എങ്ങനെയാ അവര് ആസ് എ ഗ്രൂപ്പ് ഒരുമിച്ച് മൂവ് ചെയ്യുന്നു. ഈ അട്രാക്ഷൻ നമ്മൾ അഡിഷൻ എന്ന് വന്നു. ഞാൻ ഓർത്തു വെക്കാൻ ജസ്റ്റ് ബ്രാക്കറ്റിൽ എഴുതാം, അട്രാക്ഷൻ. ഈ അട്രാക്ഷൻ ആരായിട്ടാണ് കാണുന്നത്? ബിറ്റ്വീൻ ദി വാട്ടർ മോളിക്യൂൾസ്. ഇനി ഇത് ഒന്നാമത്തെ കാര്യം. ഇനി സെക്കൻഡ് കാര്യം എന്തായിരിക്കും? ഇതേപോലെ തന്നെ അഡഷൻ പോലെ അടുത്തൊരു ക്യാരക്ടറിസ്റ്റിക് എന്താണ്? കൊഹെഷൻ. ഇനി കൊഹെഷൻ എന്താണ്? ഇറ്റ് ഇസ് എ ഫോഴ്സ്. ഇനി ഈ ഫോഴ്സ് കാരണം എങ്ങനെ വാട്ടർ ഒരുമിച്ച് നിൽക്കുന്നു? ഡ്യൂ ടു ഹൈഡ്രജൻ ബോണ്ടിങ് ഇൻ ബിറ്റ്വീൻ ദം. അതായത് ഫോഴ്സ് ലീഡിങ് ടു വാട്ടർ മോളിക്യൂൾസ് സ്റ്റേയിങ് ടുഗെദർ. നമുക്കറിയാം, അല്ലെങ്കിൽ തന്നെ വാട്ടറിൽ ഇങ്ങനെ ഏത് ബോണ്ട് ഉണ്ട്? ഹൈഡ്രജൻ ബോണ്ട് ഉണ്ട്. ഈ ഹൈഡ്രജൻ ബോണ്ട് ഉള്ളതുകൊണ്ട് അവർ ഒരുമിച്ച് നിൽക്കുന്നതിന് സ്റ്റേയിങ് ടുഗെദർ പറയുന്നതാണ് കൊഹെഷൻ. കോഹെസിവ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? അവരെ ഒരുമിച്ച് നിർത്തുന്ന ഫോഴ്സ്. ഇനി തേർഡ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് സർഫസ് ടെൻഷൻ. സർഫസ് ടെൻഷൻ എന്താണ്? നമ്മുടെ ലിക്വിഡിന്റെ സർഫസിലും എങ്ങനെയാണ്? സർഫസ് ടെൻഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തെന്ന് പറയാൻ പറ്റും? ഇറ്റ് ഇസ് ദ പ്രോപ്പർട്ടി ഓഫ് ദ സർഫസ് ഓഫ് ലിക്വിഡ്. അതുകൊണ്ടാണ് സർഫസ് ടെൻഷൻ. അത് ഒരു ലിക്വിഡിന്റെ പ്രോപ്പർട്ടി ഓഫ് സർഫസ് ഓഫ് ലിക്വിഡ്. ഇനി ഈ പ്രോപ്പർട്ടി സർഫസ് ഓഫ് ലിക്വിഡിൽ എക്സിസ്റ്റ് ചെയ്യുന്ന ഈ പ്രോപ്പർട്ടി എന്തിനെ ഹെൽപ്പ് ചെയ്യുന്നു? ടു റെസിസ്റ്റ് ആൻ എക്സ്റ്റേണൽ ഫോഴ്സ്. അപ്പൊ നമ്മൾ 20th ക്വസ്റ്റ്യൻ ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അസെന്റ് ഓഫ് വാട്ടർ, അതായത് സൈലം ബണ്ടിൽസ് വഴി നമ്മൾ റൂട്ടിൽ നിന്ന് അബ്സോർബ് ചെയ്ത വാട്ടർ ടു ദി ടിപ്പ് ഓഫ് ദ പ്ലാന്റ് വരെ പോകണമെങ്കിൽ ഉള്ള 3 ക്വാളിറ്റീസ് ഓഫ് വാട്ടർ. അതിൽ ഒന്നാമത്തത് അഡഷൻ. എന്താണ് അഡഷൻ എന്ന് പറഞ്ഞത്? അതായത് നമുക്കറിയാം വാട്ടർ മോളിക്യൂൾസിന്റെ തമ്മിൽ ഒരു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ട്. ആൻഡ് വാട്ടർ മോളിക്യൂൾസ് തമ്മിൽ മാത്രമല്ല, ആൻഡ് ടു ദി എന്തും കൂടി ആഡ് ചെയ്യണം അവിടെ, ആൻഡ് ടു ദി വാൾ ഓഫ് സൈലം. അതായത് ഒരു പൈപ്പ് കൺസിഡർ ചെയ്യുക, പൈപ്പിൽ കൂടി വാട്ടർ അഗെയിൻസ്റ്റ് ഗ്രാവിറ്റി മൂവ് ചെയ്യാന്ന് ആലോചിക്കുക. അപ്പൊ അഗെയിൻസ്റ്റ് ഗ്രാവിറ്റി അങ്ങനെ മേലോട്ട് മൂവ് ചെയ്യുമ്പോൾ ജസ്റ്റ് ലൈക്ക് ഇങ്ങനെ റൂട്ടിൽ നിന്ന് വലിച്ചെടുത്തത് സൈലം വഴി മേലോട്ട് മൂവ് ചെയ്യുമ്പോൾ സൈലമിന്റെ വാളും ആയിട്ട് ഒരു അട്രാക്ഷൻ ഉണ്ട് ഈ വാട്ടർ മോളിക്യൂൾസ്. അതുകൊണ്ടാണ് ഈ പാർട്ട് അട്രാക്റ്റഡ് ആയി മേലോട്ട് പോകുന്നത്. ആൻഡ് ഓൾസോ ബിറ്റ്വീൻ ദി വാട്ടർ മോളിക്യൂൾസ് ഹൈഡ്രജൻ ബോണ്ടിങ് കാരണം ഒരു അട്രാക്ഷൻ ഉണ്ട്. അപ്പൊ ഏതൊക്കെ പറഞ്ഞു? അഡഷൻ പറഞ്ഞു ഇതിൽ കണ്ടത്, ആൻഡ് കൊഹെഷൻ പറഞ്ഞു, വിച്ച് ഇസ് എ ഫോഴ്സ് ബിറ്റ്വീൻ ദ വാട്ടർ മോളിക്യൂൾസ് ആൻഡ് ഇറ്റ് ഹെൽപ്സ് ഇൻ ദ മോളിക്യൂൾസ് ബീങ് സ്റ്റേയിങ് ടുഗെദർ. ഇനി അവർ ഒരുമിച്ച് നിന്ന് അവർ മേലോട്ട് പോകുന്നു. ആൻഡ് ഓൾസോ നമ്മുടെ സൈലത്തിൽ കൂടെ ഒരു amount of water ഇങ്ങനെ മൂവ് ചെയ്യുമ്പോൾ ഇവരൊക്കെ അഡഷനും കൊഹെഷനും വഴി മ്യൂച്വലി അട്രാക്റ്റഡ് ആണ്. ആൻഡ് ഓൾസോ അവർക്ക് എക്സ്റ്റേണൽ ഫോഴ്സ് റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടി മേലോട്ടേക്ക് മൂവ് ചെയ്യാൻ വേണ്ടി ഈ സർഫസ്, അതായത് ഇന്റർഫേസ്, ഇവിടെ വാട്ടർ ഇല്ല, ഇവിടെ വാട്ടർ ഉണ്ട്. അപ്പൊ വാട്ടർ ഇല്ലാത്ത നോൺ വാട്ടർ ഫേസും വാട്ടർ കണ്ടെയ്നിങ് ഫേസും തമ്മിലുള്ള ഒരു ഇന്റർഫേസിൽ ഒരു പ്രത്യേകതരം ഫോഴ്സ് ഉണ്ട് അറ്റ് ദി സർഫസിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ്. ഇതിനെയാണ് നമ്മൾ സർഫസ് ടെൻഷൻ എന്ന് വിളിച്ചത്. അപ്പൊ ഈ 3 ക്വാളിറ്റീസും ഉള്ളതുകൊണ്ടാണ് നമുക്ക് വാട്ടർ എങ്ങനെ ഈസി ആയിട്ട് അസെന്റ് ഓഫ് വാട്ടർ ഇൻ സൈലം നടക്കുന്നത്. അപ്പോ അതിന്റെ സൊല്യൂഷൻ നോക്കുകയാണെങ്കിൽ 3 പ്രോപ്പർട്ടീസ് ഉണ്ട്, ഫിസിക്കൽ പ്രോപ്പർട്ടീസ്. അതാണ് കൊഹെഷൻ, അഡഷൻ ആൻഡ് സർഫസ് ടെൻഷൻ. കൊഹെഷൻ എന്ന് വെച്ചാൽ എന്താ? ഇറ്റ് ഇസ് ദ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ 2 ഒരേപോലത്തെ മോളിക്യൂൾസ്. ആൻഡ് ഇതിന്റെ റിസൾട്ട് ആയിട്ട് എന്ത് പറ്റും? സൈലം വെസൽസിലെ വാട്ടർ മ്യൂച്വലി അട്രാക്റ്റഡ് ആവുന്നു, ദേ റിമെയിൻ ടുഗെദർ. അങ്ങനെ കണ്ടിന്യൂസ് സ്ട്രീം ഓഫ് വാട്ടർ അറ്റൈൻ ചെയ്യാൻ ഇത് ഹെൽപ്പ് ചെയ്യുന്നു. ആൻഡ് ഈ പ്രോപ്പർട്ടി എന്തിന് ഹെൽപ്പ് ചെയ്യുന്നു? അസിസ്റ്റ് ട്രാൻസ്പിരേഷൻ പുൾ. അതായത് നമ്മുടെ താഴെ ഇരിക്കുന്ന വാട്ടർ കോളം ഒരു കണ്ടിന്യൂസ് സ്ട്രീം ആയിട്ട് മേലോട്ട് അക്കോർഡിംഗ് ടു ദി സക്ഷൻ ഫോഴ്സ് അല്ലെങ്കിൽ ട്രാൻസ്പിരേഷൻ പുൾ വഴി മേലോട്ട് പോകുന്നതിന് അസിസ്റ്റ് ചെയ്യുന്ന ഫോഴ്സ് ആണ് ഏത്? കൊഹെഷൻ എന്ന് പറഞ്ഞ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ.
as the whole water column is sucked up without any air between them. ഈ പോയിന്റ് ഓർത്തു വെക്കുക. ഇനി സെക്കൻഡ് എന്താണ്? അഡിഷൻ. അഡിഷൻ എന്ന് പറഞ്ഞാൽ അഗെയിൻ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആണ് ബിറ്റ്വീൻ ആര് തമ്മിൽ? വാട്ടർ മോളിക്യൂൾസും ആൻഡ് ദി പോളാർ സർഫസ്, അതായത് സൈലത്തിന്റെ വാൾസും തമ്മിലുള്ള, പോളാർ സർഫസ് ഇവിടെ ഉദ്ദേശിച്ചത് സൈലമിന്റെ വാൾസ് ലൈക്ക് സൈലം വെസൽസ്, അവര് തമ്മിലുള്ള ഒരു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ. എന്നാലല്ലേ ഈ സൈലം ബണ്ടിൽസിന്റെ ഉള്ളിലേക്ക് കൂടി ഒരു കണ്ടിന്യൂസ് സ്ട്രീം ആയിട്ട് വാട്ടർ ഇങ്ങനെ മേലോട്ട് അസെൻഡ് ചെയ്യുള്ളൂ. അപ്പൊ ഈ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ ദി വാൾസ് ആൻഡ് ദി വാട്ടർ മോളിക്യൂൾസ്, ഇതിനെ നമ്മൾ അഡഷൻ എന്ന് വിളിച്ചു. ഇനി തേർഡ് തിങ് എന്താണ്? സർഫസ് ടെൻഷൻ. സർഫസ് ടെൻഷൻ ഇതേപോലെ എന്താണ്? വാട്ടർ മോളിക്യൂൾസ് ആർ അട്രാക്റ്റഡ് ടു ഈച്ച് അതർ ആൻഡ് ഇതിന്റെ റിസൾട്ട് ആയിട്ട് വാട്ടർ സർഫസിന് അറ്റ് ദി റെസ്റ്റ് ഹാസ് ദി ടെൻഡൻസി ടു ഷ്രിങ്ക് ടു ദി മിനിമം സർഫസ് ഏരിയ പോസിബിൾ. അതായത് നമുക്കറിയാം വാട്ടർ നമ്മുടെ കയ്യിൽ നിന്ന് ഡ്രോപ്പ് ചെയ്ത് താഴോട്ട് പോകുമ്പോൾ അത് എങ്ങനെയാണ്, അതായത് ഒരു സ്പെരിക്കൽ സർഫസ് ഡ്രോപ്പ് ആയിട്ടാണ് അത് നമ്മുടെ കയ്യിൽ നിന്ന് ഡ്രോപ്പ് ആവുന്നത്. ഇതെന്തുകൊണ്ടാണ്? കാരണം ആ വാട്ടർ സർഫസിൽ അറൌണ്ട് ദി വാട്ടർ ഡ്രോപ്ലെറ്റ് എങ്ങനെയുണ്ട്? വാട്ടറിന് എപ്പോഴും ഒരു ടെൻഡൻസി ഉണ്ട് അറ്റ് ദി ഇന്റർഫേസ് ബിറ്റ്വീൻ ദ ടു ഫേസസ്, അതായത് ചുറ്റും ഇപ്പൊ അറ്റ്മോസ്ഫിയർ ആണെങ്കിൽ ആ വാട്ടർ ഡ്രോപ്ലെറ്റ് ഫുൾ വാട്ടർ കണ്ടെയ്നിങ് ആണ്. അപ്പൊ ആ ഇന്റർഫേസിൽ അവർക്കൊരു ടെൻഡൻസി ഉണ്ട് ഡ്യൂ ടു ഒരു തരം ഫോഴ്സ് അറ്റ് ദി സർഫസ് ടു ഷ്രിങ്ക് ടു ദി മിനിമം സർഫസ് ഏരിയ പോസിബിൾ. അതുകൊണ്ട് എന്താണ്? ദിസ് ഗിവ്സ് ദി വാട്ടർ കോളം എ ഹൈ ടെൻസൈൽ സ്ട്രെങ്ത് ടു ബെയർ ദി ട്രാൻസ്പിരേഷൻ പുൾ. അതായത് ട്രാൻസ്പിരേഷൻ പുള്ള് കാരണം അത് മേലോട്ട് പോകുന്നോണ്ട് ആ ട്രാൻസ്പിരേഷൻ പുള്ള് ബെയർ ചെയ്ത് അവർക്ക് ആക്ട് ചെയ്യുന്ന, റെസിസ്റ്റ് ചെയ്യുന്ന ഒരു ഫോഴ്സ് വേണം. ആ ഫോഴ്സിനെയാണ് സർഫസ് ടെൻഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ 3 പോയിന്റ്സും അതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസും അറിഞ്ഞിരിക്കാം. ഇനി 21st ക്വസ്റ്റ്യൻ എന്താണ്? എ ഗാർഡനർ forgot to water a potted plant for a day during summer. What will happen to the plant? Do you think it is reversible? If yes, how? അപ്പോ എന്താണ്? നമ്മൾ പോട്ടഡ് പ്ലാന്റ്, അതും സമ്മറിൽ ഇവിടെ കൊടുത്തിരിക്കുന്ന പ്രത്യേകത എന്താ? സമ്മറിൽ ഹൈ റേറ്റ് ഓഫ് ട്രാൻസ്പിരേഷൻ ആയിരിക്കും. അപ്പൊ നല്ല സമ്മറാണ്. സമ്മറിൽ ഓൾറെഡി സമ്മർ ആയതുകൊണ്ടുള്ള ഹൈ റേറ്റ് ഓഫ് ട്രാൻസ്പിരേഷൻ ഉണ്ട്. ആൻഡ് അയാൾ എന്ത് ചെയ്തു? വാട്ടറിങ്ങും അതിനനുസരിച്ച് ഒരു ദിവസം മറന്നും പോയി. അപ്പൊ വാട്ടറിങ് കുറയുകയും ചെയ്തു. ഈ സമ്മർ എന്നുള്ള പോയിന്റ് വാട്ടർ ലോസ് കൂടുതലാണെന്നുള്ളൊരു രീതിയിൽ എടുക്കാം. വാട്ടർ ലോസ് കൂടുകയും ചെയ്തു, വാട്ടറിങ് അയാൾ പുറത്തുനിന്ന് കൊടുക്കുന്ന വാട്ടർ കുറയുകയും ചെയ്തു. അപ്പോ ഇതെന്ത് കോസ് ചെയ്യുന്നു? പ്ലാന്റിന് ആക്ച്വലി ഒരു ഡെഫിസിറ്റ് ക്രിയേറ്റ് ചെയ്യുന്നു. ഡെഫിസിറ്റ് എന്ന് പറഞ്ഞാൽ വാട്ടറിനൊരു കുറവ്, അതായത് ലോസും ഉണ്ട്, കിട്ടുന്ന വെള്ളം കിട്ടാണ്ടുമായി. അപ്പോ ഒരു വാട്ടർ ഡെഫിസിറ്റ് ഇസ് ബീങ് ക്രിയേറ്റഡ് ഫോർ ദ പ്ലാന്റ്. അപ്പൊ എന്ത് പറ്റും? അപ്പോ നമ്മുടെ ഓരോ സെൽസിന്റെയും ടേർജിഡിറ്റി പതുക്കെ ലൂസായി തുടങ്ങും. അപ്പോ അങ്ങനെ ടേർജിഡിറ്റി ലൂസ് ആവുമ്പോ അങ്ങനെ ടേർജിഡിറ്റി ലൂസ് ആവുമ്പോ ഇങ്ങനെ എന്ത് പറ്റും? ഒരു ഷ്രിങ്കിങ് അപ്പിയറൻസ് വരാൻ തുടങ്ങും പ്ലാന്റിന്. ആൻഡ് ലീവ്സ് എങ്ങനെയാണ്? ഡ്രൂപ്പിംഗ് അപ്പിയറൻസ് വരും, അതായത് ഇങ്ങനെ ഉണങ്ങി വീഴാൻ പോകുന്നത്. അപ്പൊ ഇതിനെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നു? വിൽട്ടിംഗ് എന്ന് വിളിക്കുന്നു. ആൻഡ് അയാൾ ഒരു ദിവസം മറന്നു, ആൻഡ് നെക്സ്റ്റ് ഡേ തന്നെ അയാൾ അഗെയിൻ വാട്ടർ ചെയ്യുകയാണെങ്കിൽ എന്ത് പറ്റും? ഈ ടേർജിഡിറ്റി ലൂസായ ഷ്രിവൽഡ് ആയ ഡ്രൂപ്പ് ആയ സാധനം അഗെയിൻ ടേർജിഡ് ആവുന്നു. ആൻഡ് ലീവ്സ് ഒക്കെ ആദ്യം പഴയ പോലെ തന്നെ പിന്നെ ആവുന്നു. പക്ഷെ ഇൻ എ പെർട്ടിക്കുലർ amount ഓഫ് ടൈം ഈ റീവാട്ടറിങ് നടന്നിരിക്കണം. അല്ല വിത്തിൻ എ പീരിയഡ് ഓഫ് ടൈം നടന്നില്ല, ആൻഡ് ഒരുപാട് ലേറ്റ് ആയി ഫൈനലി അയാൾ വാട്ടർ ചെയ്താൽ എന്താ പറ്റും? നമുക്ക് ഈ ലോസ്റ്റ് ടേർജിഡിറ്റി റീഗെയിൻ ചെയ്യാൻ പറ്റില്ല, കംപ്ലീറ്റ്ലി വിൽറ്റഡ് ആയി പോവും ആൻഡ് ഇറിവേഴ്സിബിൾ സ്റ്റേജിലേക്ക് കടന്നു കഴിഞ്ഞാൽ. അപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റും? സമ്മറിൽ ലൈറ്റ് ഇന്റൻസിറ്റിയും ടെമ്പറേച്ചറും കൂടുതലായതുകൊണ്ട് റേറ്റ് ഓഫ് ട്രാൻസ്പിരേഷൻ അല്ലെങ്കിൽ വാട്ടർ ലോസ് ഹൈ ആണ്. ആൻഡ് ഒരു ദിവസം വാട്ടറും ചെയ്തിട്ടില്ല പ്ലാന്റിന്. അപ്പൊ എന്താണ്? there will be no sufficient water to absorb. അപ്പോൾ റേറ്റ് ഓഫ് ട്രാൻസ്പിരേഷൻ കൂടുതലാണ് ദാൻ റേറ്റ് ഓഫ് അബ്സോർപ്ഷൻ. ഇതുകൊണ്ട് പ്ലാന്റ് സെൽസ് പതുക്കെ ദേ ലൂസ് ദി ടേർജിഡിറ്റി, അല്ലെങ്കിൽ അവർ ഫ്ലാസിഡ് ആവും എന്ന് നമുക്ക് പറയാൻ പറ്റും. ആൻഡ് ഈ കണ്ടീഷൻ പ്രൊലോങ് ചെയ്താൽ ഇറ്റ് മൈറ്റ് ലീഡ് ടു വിൽട്ടിംഗ് ഓഫ് ലീവ്സ്. ഇനി ഈ വിൽട്ടിംഗ് ഓഫ് ലീവ്സ് റിവേഴ്സിബിൾ ആണ്, അതായത് പ്ലാന്റിന് റിക്കവർ ചെയ്യാം, അല്ലെങ്കിൽ ലോസ്റ്റ് ടേർജിഡിറ്റി റീഗെയിൻ ചെയ്യാം. അപ്പോൾ ഇൻ എ പെർട്ടിക്കുലർ ടൈം
റിവേഴ്സിബിൾ ആവുന്ന പീരീഡ് ഓഫ് ടൈമിൽ ഇഫ് ഇനഫ് വാട്ടർ ഇസ് ഗിവൺ ടു ദി പ്ലാന്റ്. പക്ഷെ ഇനി ഇഫ് നോട്ട് വാട്ടേർഡ് വിത്തിൻ എ സർട്ടൻ ടൈം എങ്ങനെയാണ് അവർ പെർമനന്റ്ലി വിൽറ്റഡ് ആയി പോകും, നമ്മുടെ ലീവ്സും കംപ്ലീറ്റ് പ്ലാന്റും. ഇത്രയാണ് അതിന്റെ കൺക്ലൂഷൻ. ചോദിച്ചിരിക്കുന്നത് ഡു യു തിങ്ക് ഇറ്റ് ഇസ് റിവേഴ്സിബിൾ? റിവേഴ്സിബിൾ ആണ് വിത്തിൻ എ പർട്ടിക്കുലർ പീരീഡ് ഓഫ് ടൈം, ആൻഡ് അത് പെർമനന്റ് വിൽട്ടിങ്ങിന്റെ സ്റ്റേജിലേക്ക് എത്തിയാൽ അവരെന്ത് പറ്റും? ഇറിവേഴ്സിബിൾ സ്റ്റേജിലേക്ക് എത്തും നമുക്ക് പറയാൻ പറ്റും. ഇനി 22nd ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഐഡന്റിഫൈ a type of molecular movement which is highly selective and requires special membrane proteins but does not require energy. അപ്പൊ എങ്ങനെയാണ്? ഇന്നലെ നമ്മളൊരു ടേബിൾ പഠിച്ചിരുന്നു, ഏത് തമ്മിൽ? സിമ്പിൾ ഡിഫ്യൂഷനും ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷനും ആക്റ്റീവ് ട്രാൻസ്പോർട്ടും തമ്മിൽ. അപ്പൊ അതിൽ ഏതായിരിക്കും ഹൈലി സെലക്റ്റീവ് എന്ന് പറയുമ്പോൾ ഐദർ ആക്റ്റീവ് ട്രാൻസ്പോർട്ട് ആവാം അല്ലെങ്കിൽ ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ ആവാം. ഇനി റിക്വയറിംഗ് മെംബ്രെയിൻ പ്രോട്ടീൻസ് ആൻഡ് ഡസ് നോട്ട് റിക്വയർ എനർജി. അപ്പൊ നമുക്ക് അങ്ങനെ ആക്റ്റീവ് ട്രാൻസ്പോർട്ടിനെ റൂൾ ഔട്ട് ചെയ്യാൻ പറ്റും. ഫൈനലി ബാക്കി ഏതാണ്? ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ. ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ ഓൾറെഡി 2-3 ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തത്, ഞാൻ ഒരുപാട് എലാബറേറ്റ് ചെയ്യുന്നില്ല. ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ എങ്ങനെയാണ്? അക്രോസ് മെംബ്രെയിൻ ക്യാരി ഔട്ട് ചെയ്യുന്നത് നമ്മുടെ സർട്ടൻ മെംബ്രെയിൻ പ്രോട്ടീൻസ് ആണ്. ആൻഡ് മൂവ്മെന്റ് എങ്ങനെയാണ്? ഹൈലി സിലക്റ്റീവ് ആണ്. ആൻഡ് ഇറ്റ് ഹാപ്പൻസ് അപ്ഹിൽ ട്രാൻസ്പോർട്ട് ഇവിടെ നടക്കുന്നില്ല. കാരണം എന്താ? ഇറ്റ് ടേക്സ് പ്ലേസ് ഡൗൺ ദി കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റ്, അതായത് നാച്ചുറൽ ടെൻഡൻസി ഫ്രം ഹയർ കോൺസെൻട്രേഷൻ ടു ലോവർ കോൺസെൻട്രേഷൻ. Thus it does not require energy. ഇത്രയും കാര്യങ്ങൾ ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷന്റെ പോയിന്റ്സിൽ എഴുതാൻ പറ്റും. ഇനി 23rd ക്വസ്റ്റ്യൻ, കറക്റ്റ് ദി സ്റ്റേറ്റ്മെന്റ്സ്. സെൽസ് shrink in hypertonic solutions and swell in hypertonic solution. എങ്ങനെയാണ്? തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. കാരണം എന്താ? ഹൈപ്പോട്ടോണിക് സൊല്യൂഷനിൽ ചുറ്റും, ആ സെല്ലിന്റെ ചുറ്റും എങ്ങനെയാണ്? വാട്ടർ കണ്ടന്റ് അല്ലെങ്കിൽ വാട്ടർ പൊട്ടൻഷ്യൽ കൂടുതലാണ്. അപ്പൊ വാട്ടർ പൊട്ടൻഷ്യൽ കൂടുതലാണെങ്കിൽ ആ വാട്ടർ പൊട്ടൻഷ്യൽ ഉള്ളിലോട്ട് വരും. അതായത് നമ്മുടെ സെല്ലിനെ കമ്പയർ ചെയ്യുമ്പോൾ പുറത്തത്തെ വാട്ടർ പൊട്ടൻഷ്യൽ കൂടുതലാണ്. അപ്പൊ അത്രയും വാട്ടർ മൂവ്മെന്റ് പാസീവ്ലി ടുവേർഡ്സ് ദി സെൽ അല്ലെങ്കിൽ ടുവേർഡ്സ് ദി ഇൻസൈഡ് ഓഫ് ദി സെൽ നടക്കുന്നു. അപ്പൊ സെൽസ് ഇങ്ങനെ സ്വെല്ലപ്പ് ആവുന്നു. ആൻഡ് ഇതേ സാധനം ഹൈപ്പർടോണിക് സൊല്യൂഷൻ ഇട്ടാല് പുറത്തുള്ള വാട്ടർ ഹൈ സൊല്യൂട്ട് കോൺസെൻട്രേഷൻ ആണ്, വാട്ടർ കോൺസെൻട്രേഷൻ കുറവാണ്. അപ്പൊ പുറത്തോട്ടേക്കാണ് മൂവ്മെന്റ്, ടുവേർഡ്സ് ദി ഔട്ട്സൈഡ് ഓഫ് ദി സെൽ. അങ്ങനെ പുറത്തോട്ട് മൂവ്മെന്റ് ചെയ്യുമ്പോൾ നമ്മുടെ സെൽസ് ഷ്രിങ്ക് ആവുന്നു. അപ്പൊ ഇത് ഓപ്പോസിറ്റ് ആയിരുന്നു എന്ത്? ഇവിടെ സെൽസ് സ്വെൽ ഇൻ ഹൈപ്പോട്ടോണിക്കും സെൽസ് ഷ്രിങ്ക് ഇൻ ഹൈപ്പർടോണിക് സൊല്യൂഷൻ തന്നെ വേണ്ടിയിരുന്നു. ഇനി അതിന്റെ പോയിന്റ്സ് ഞാൻ ഓൾറെഡി പറഞ്ഞു. ഹൈപ്പർടോണിക് സൊല്യൂഷനിൽ വാട്ടർ പൊട്ടൻഷ്യൽ കുറവാണ്. ആൻഡ് അങ്ങനെ സെൽ പ്ലേസ് ചെയ്യുമ്പോൾ അങ്ങനെ ഒരു സൊല്യൂഷനിൽ വാട്ടർ എങ്ങോട്ട് പോകും? കൂടുതലുള്ളിടത്ത് കുറവിലേക്ക് പോകും. അപ്പൊ കോസ് ദ സെൽ ടു ഷ്രിങ്ക്. ഇനി ഹൈപ്പോട്ടോണിക് ആണെങ്കിൽ നേരെ തിരിച്ച്, എങ്ങനെ? കോസസ് ദ സെൽ ടു സ്വെൽ അപ്പ്. അപ്പൊ ഇവിടെ സെൽസ് ഷ്രിങ്ക് ഇൻ ഹൈപ്പർടോണിക് ആൻഡ് സ്വെൽസ് ഇൻ ഹൈപ്പോട്ടോണിക് സൊല്യൂഷൻ. ഇനി സെക്കൻഡ് പോയിന്റ് വന്നിരിക്കുന്ന ഇംബിബിഷൻ ഇസ് എ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ഡിഫ്യൂഷൻ വെൻ വാട്ടർ ഇസ് അബ്സോർബ്ഡ് ബൈ ലിവിങ് സെൽസ്. എങ്ങനെയാണ് ഇംബിബിഷൻ? നമ്മൾ ഓൾറെഡി പറഞ്ഞു, സർഫസിലേക്ക് കൊളോയിഡ്സ് അട്രാക്ട് ചെയ്യുന്നു സർട്ടൻ എമൗണ്ട് ഓഫ് വാട്ടർ, ആൻഡ് അത് കാരണം ആ സോളിഡ്സിന്റെ സൈസ് അല്ലെങ്കിൽ വോള്യൂം ഇൻക്രീസ് ആവുന്നു. അത് സ്പെഷ്യൽ കൈൻഡ് ഓഫ് ഡിഫ്യൂഷൻ ആണ്. വാട്ടർ ഇസ് അബ്സോർബ്ഡ് ബൈ ദി സർഫസ് ഓഫ് സോളിഡ്സ് ആൻഡ് കൊളോയിഡ്സ് റിസൾട്ടിങ് ഇൻ ഇൻക്രീസിംഗ് ദ വോള്യൂം ഓഫ് സബ്സ്റ്റൻസസ്. ഇനി ഇംബിബിഷൻ എന്താന്ന് പറയാൻ പറ്റും? ഇതിന്റെ കാരണമാണ് ഏത് നടക്കുന്ന? സീഡ് വാട്ടർ അബ്സോർബ് ചെയ്യുന്നു ആൻഡ് ഈസിലി അബ്സോർബ് ചെയ്ത് അവര് സീഡ് കോട്ടിന്റെ ബാരിയർ ബ്രേക്ക് ചെയ്യുന്നു. കാരണം എന്താ? സ്വെല്ലിംഗ് അപ്പ് ഉണ്ടാവുന്നു. ആൻഡ് ഈ സ്വെല്ലിംഗ് അപ്പ് പതുക്കെ സീഡ് കോട്ട് ബ്രേക്ക് ചെയ്ത് ജെർമിനേഷനെ ഹെൽപ്പ് ചെയ്യുന്നു. ഇതെന്താണ്? വെൻ സ്പെഷ്യൽ കൈൻഡ് ഓഫ് ഡിഫ്യൂഷൻ ആണ്. വാട്ടർ ഇസ് അബ്സോർബ്ഡ്. അബ്സോർബ്ഡിനെ കാട്ടി അഡ്സോർബ്ഡ് എന്ന് പറയുന്നതായിരിക്കും. അഡ്സോർപ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ടു ദി സർഫസിലേക്ക് വലിച്ചെടുക്കുക, അല്ലാണ്ട് ഹോൾ വോളിയത്തിലേക്ക് വലിച്ചെടുക്കുന്നില്ല, സർഫസിലേക്ക് മാത്രമേ വലിച്ചെടുക്കുന്നുള്ളൂ. വെൻ വാട്ടർ ഇസ് അബ്സോർബ്ഡ് ബൈ ലിവിങ് സെൽസ് അല്ലെങ്കിൽ ഡെഡ് സെൽസ്. ഇനി അടുത്ത സ്റ്റേറ്റ്മെന്റ് എന്താ വന്നിരിക്കുന്നത്? മോസ്റ്റ് ഓഫ് ദി വാട്ടർ ഫ്ലോ ഇൻ ദ റൂട്ട്സ് അക്കേഴ്സ് വയ ദി സിംപ്ലാസ്റ്റ്. അതെങ്ങനെയാണ്? തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണല്ലോ. കാരണം എന്താണ്? മോസ്റ്റ് ഓഫ് ദി വാട്ടർ എപ്പോഴും അപ്പോപ്ലാസ്റ്റ് വഴിയാണ് നടക്കുന്നത്. ആൻഡ് അപ്പോപ്ലാസ്റ്റില് പറ്റാത്തത് എവിടെ? നമ്മുടെ കാസ്പേരിയൻ സ്ട്രിപ്പ് വരുമ്പോൾ മാത്രമാണ് അത് സിംപ്ലാസ്റ്റിക്കിലേക്ക് പോകുന്നത്. അപ്പൊ ആ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. അതിന്റെ ആൻസർ എന്ത് വരും? മോസ്റ്റ് ഓഫ് ദി വാട്ടർ അക്കേഴ്സ് ഇൻ ദ റൂട്ട് വയ അപ്പോപ്ലാസ്റ്റ്. ഇനി അതിന്റെ തിയറി നമുക്ക് ഓൾറെഡി അറിയാം. സിംപ്ലാസ്റ്റിക്കും അപ്പോപ്ലാസ്റ്റിക് പാത്വേയും ഓൾറെഡി ഡിസ്കസ് ചെയ്താണ്. ഇനി ഷോർട്ട് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യനിലേക്ക് കടക്കുകയാണെങ്കിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ക്വസ്റ്റ്യൻ
മിനറൽസ് അബ്സോർബ്ഡ് ബൈ ദി റൂട്ട്സ് ട്രാവൽ അപ്പ് ദി സൈലം. അതായത് റൂട്ട് എടുക്കുന്ന മിനറൽസ്, വലിച്ചെടുക്കുന്ന മിനറൽസ് സൈലത്തിന്റെ ബണ്ടിൽസിന്റെ ഉള്ളിലേക്ക് കൂടിയാണ് മേലോട്ട് ട്രാവേഴ്സ് ചെയ്യുന്നത്. ഹൗ ഡു ദേ റീച്ച് ദി പാർട്സ് വേർ ദേ ആർ നീഡഡ് ദി മോസ്റ്റ്? ഡു ഓൾ പാർട്സ് ഓഫ് ദി പ്ലാന്റ് ഗെറ്റ് സെയിം amount ഓഫ് മിനറൽസ്? ഇത്രയാണ് ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്ക് ഈ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ അറിയാം. ഡു ഓൾ പാർട്സ് ഓഫ് പ്ലാന്റ് ഗെറ്റ് ദി സെയിം amount ഓഫ് മിനറൽസ് എന്ന് വെച്ചാൽ അതെങ്ങനെയാണ്? അല്ല, എല്ലാ പാർട്ടിനും സെയിം അല്ല. നമ്മൾ എപ്പോഴും ഓൺ ദ ബേസിസ് ഓഫ് നീഡ് അല്ലെങ്കിൽ റിക്വയർമെന്റ് ആണ് ഇങ്ങനെ ഗ്രോയിങ് റീജിയൻ, അതായത് ബഡ് ഉള്ള ഏതെങ്കിലും റീജിയൻ ഉണ്ടെങ്കിൽ അങ്ങോട്ട് കൂടുതൽ എത്തിക്കണം, ബാക്കിയുള്ള ഓൾറെഡി സെനസെന്റ് ആയിട്ടുള്ള സ്ഥലത്തേക്ക് കുറവ് എത്തിക്കണം. അങ്ങനെ അക്കോർഡിംഗ് ടു ദ നീഡ് അല്ലെങ്കിൽ സിങ്കിന്റെ റിക്വയർമെന്റ് വെച്ചാണ് ഏത് നടക്കുന്നത്? നമ്മുടെ വാട്ടറിന്റെ ട്രാൻസ്പോർട്ട് ആൻഡ് മിനറൽസിന്റെയും ട്രാൻസ്പോർട്ട് നടക്കുന്നത്. ഇനി എങ്ങനെയാണ് ഹൗ ഡു ദേ റീച്ച് ദ പാർട്സ് വെൻ ദേ ആർ വേർ ദേ ആർ നീഡഡ് ദി മോസ്റ്റ്? എങ്ങനെയാണ് നമ്മുടെ മിനറൽസ് അലോങ് വിത്ത് വാട്ടർ റൂട്ടിലെ കൊണ്ട് അബ്സോർബ് ചെയ്യുന്നു, റൂട്ട് ഹെയർ കൊണ്ട് അബ്സോർബ് ചെയ്യുന്നു ഫ്രം ദി സോയിൽ. ആൻഡ് ഈ മിനറൽസ് പാസീവ്ലി ട്രാൻസ്പോർട്ടഡ് ആവാണ് ഡ്യൂ ടു ട്രാൻസ്പിറേഷണൽ പുൾ. അതൊക്കെ നമ്മൾ കോൺസെപ്റ്റ് ഒക്കെ ഡിസ്കസ് ചെയ്ത അസെന്റ് ഓഫ് സാപ്പും കാര്യങ്ങളും. ഇനി അപ്ടേക്ക് ഇൻ ടു ദി സെൽ എങ്ങനെയാണ് നടക്കുന്നത്? ട്രാൻസ്പിറേഷൻ പുള്ള് കാരണം സക്ഷൻ ഫോഴ്സ് ഉള്ളത് കൊണ്ട് എങ്ങനെ നമ്മുടെ ട്രാൻസ്പോർട്ട് നടക്കുന്നു ത്രൂ ദി സൈലം, അതായത് അപ് ദി പ്ലാന്റ് നമ്മുടെ ട്രാൻസ്പോർട്ട് നടക്കുന്നു. പക്ഷെ വൺസ് ദ മിനറൽസ് റീച്ച് ദി പ്ലാന്റ് സെൽസ്, അതായത് പ്ലാന്റ് സെൽസിലേക്ക് എത്തിയാൽ അവരുടെ അപ്ടേക്ക് എങ്ങനെയാണ് നടക്കുന്നത്? അവരുടെ അപ്ടേക്ക് ആക്റ്റീവ്ലി ആണ് നടക്കുന്നത്. കാരണം എന്താ? കാരണം പുറത്തുള്ള സ്ഥലത്ത് എങ്ങനെയുണ്ട്? മിനറൽസ് കൂടുതലാണ്, നമ്മുടെ ആവശ്യമുള്ള നീഡി ആയിട്ടുള്ള സ്ഥലത്ത് മിനറൽസ് കുറവാണ്. അപ്പൊ ആക്റ്റീവ്ലി അവര് ടേക്കപ്പ് ചെയ്യണം. ആൻഡ് സം കേസസിൽ അവർക്ക് ഓൾറെഡി കുറച്ച് മിനറൽസ് ഉണ്ടാവും, സ്റ്റിൽ അവർക്ക് മോർ വേണമെങ്കിൽ ടേക്കപ്പ് ചെയ്യണം. അപ്പൊ പാസീവ്ലി ആണെങ്കിൽ ചിലപ്പോൾ ഇത് പ്രിവെന്റഡ് ആയിരിക്കും. അപ്പൊ എങ്ങനെയാണ് ആക്റ്റീവ്ലി നമുക്ക് വേണ്ട രീതിയിൽ എടുക്കാം എനർജി ഉപയോഗിച്ച് എന്നുള്ളൊരു അവസ്ഥയാണ് നമ്മുടെ മിനറൽസ് അപ്ടേക്കിന് കാണുന്നത്. ഇനി ദിസ് ഇസ് ബിക്കോസ് അറ്റ് എനി ഗിവൺ ടൈം എങ്ങനെയാണ് പ്ലാന്റ് സെൽസിലെ മിനറൽസ് വിൽ ഓൾവേസ് ബി മോർ ദാൻ ദി ഔട്ട്സൈഡ്. ഇതാണ് ഞാൻ പറഞ്ഞത്, ഓൾറെഡി സെൽസിൽ എങ്ങനെയാണ് ഒരു സർട്ടൻ amount ഓഫ് മിനറൽസ് കാണും. അങ്ങനെയാണെങ്കിൽ എങ്ങനെ ഒരു അപ്ടേക്ക് ആക്റ്റീവ് അല്ലായിരുന്നെങ്കിൽ പിന്നെ നമുക്ക് ഒരിക്കലും വേണ്ട സ്ഥലത്തേക്ക് മിനറൽസ് എത്തില്ല. ജസ്റ്റ് ബിക്കോസ് ഓൾറെഡി പ്ലാന്റ് സെൽസിൽ കുറച്ച് മിനറൽസ് ഓൾറെഡി അപ്ടേക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നുള്ള കേസിലാവുമ്പോൾ. ഈ പോയിന്റും ഇമ്പോർട്ടന്റ് ആണ്. It is active because at any given time the concentration of minerals inside the plant cells will be more than the outside. ഇനി നമുക്ക് മെംബ്രെയിനിൽ സ്പെഷ്യൽ ട്രാൻസ്പോർട്ട് പ്രോട്ടീൻസ് ഉണ്ട് കോൾഡ് പംപ്സ്. ഈ പംപ്സിന്റെ പ്രത്യേകത എന്താ? They always utilize ATP to transport anything across them. And ട്രാൻസ്പോർട്ട് ചെയ്യാൻ ATP യൂസും ചെയ്യും. ആൻഡ് ഇറ്റ് ഓൾസോ ഹെൽപ്സ് ഇൻ അഗെയിൻസ്റ്റ് ദി കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റ് മൂവ്മെന്റിൽ. അങ്ങനെയാണ് ആക്റ്റീവ് ട്രാൻസ്പോർട്ട് അല്ലെങ്കിൽ ആക്റ്റീവ് അപ്ടേക്ക് ഓഫ് മിനറൽസ് നമ്മുടെ നീഡഡ് ഏത് സെല്ലിലാണോ വേണ്ടത് ആ സെല്ലിലേക്ക് നടക്കുന്നത്. ഇനി മൊബിലൈസേഷൻ എങ്ങനെയാണ്? ഗ്രോയിങ് പാർട്സ് ലൈക്ക് മെറിസ്റ്റംസ് എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ്ലി അങ്ങനെ ഡിവൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥലം. ആൻഡ് ഡെവലപ്പിംഗ് ഫ്രൂട്ട്സ് അല്ലെങ്കിൽ ഫ്ലവേഴ്സ് അല്ലെങ്കിൽ ബഡ് പോലത്തെ റീജിയൻ. ആൻഡ് സീഡ്സ് ഒക്കെ ഗ്രോത്തിന്റെ പീക്കിൽ നടക്കുന്നതാണ്. അവർക്കൊക്കെ എങ്ങനെയാണ്? മോർ മിനറൽ റിക്വയർമെന്റ് ഉണ്ട്. അപ്പൊ അവരെയൊക്കെ എന്തെന്ന് വിളിച്ചു? ചീഫ് സിങ്സ് പറഞ്ഞാൽ മെയിൻ നീഡഡ് ആയിട്ടുള്ള റിക്വയർഡ് ആയിട്ടുള്ള പെർട്ടിക്കുലർ ആൾക്കാർ, അതായത് മെറിസ്റ്റം, ഡെവലപ്പിംഗ് ഫ്രൂട്ട് ആൻഡ് ഫ്ലവേഴ്സ് ആൻഡ് സീഡ്സ്. ഇനി ഇവർക്ക് എങ്ങനെയാണ് മൊബിലൈസേഷൻ നടക്കുന്നത്? സെനസെന്റ് ആയിട്ടുള്ള അതായത് ഓൾഡ് ആൻഡ് സെനസെന്റ് പാർട്സിൽ നിന്ന് ഗ്രോയിങ് പാർട്സിലേക്ക് ഇവരുടെ മൊബിലൈസേഷൻ നടക്കണം. ഞാൻ ഒരു ക്വസ്റ്റ്യൻ ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. ഒരു സെനസെന്റ് ലീഫിൽ നിന്ന് ആ ന്യൂട്രിയൻസ്, അത് വിത്ത്ഹോൾഡ് ചെയ്തിരിക്കുന്ന ന്യൂട്രിയൻസ് എന്താണ് ബിഫോർ ഡെത്ത് അല്ലെങ്കിൽ ബിഫോർ ആബ്സിഷൻ ഓഫ് ദാറ്റ് പെർട്ടിക്കുലർ ഓൾഡ് അല്ലെങ്കിൽ സെനസെന്റ് ലീഫ് അല്ലെങ്കിൽ സെനസെന്റ് പാർട്ട്, ആ അവിടുത്തെ മിനറൽസ് റീമൊബിലൈസേഷൻ നടക്കാണ് ടു ദി റിക്വയർഡ് റീജിയൻ അല്ലെങ്കിൽ ഗ്രോയിങ് പാർട്ട്. അപ്പോൾ എന്ത് പറയാൻ പറ്റും? എല്ലാ റീജിയൻസിനും അല്ലെങ്കിൽ എല്ലാ പാർട്സ് ഓഫ് ദി പ്ലാന്റിനും സെയിം റിക്വയർമെന്റ് അല്ല. ദേ ഡു നോട്ട് ഗെറ്റ് ദി സെയിം amount ഓഫ് മിനറൽ അയൺസ്. ലൈക്ക് ഈ മെറിസ്റ്റം, ഡെവലപ്പിംഗ് ഫ്രൂട്ട്സ്, സീഡ്സ് ഒക്കെ ഗ്രോത്തിന്റെ പീക്കിൽ നിൽക്കുമ്പോൾ അവർക്ക് കൂടുതൽ റിക്വയർമെന്റ് ആണ്. അപ്പൊ അവരെയാണ് ചീഫ് സിങ്ക് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ, if one wants to find minerals and in the form they are mobilized in the plant, how will an analysis of the exudate help? അതായത് ഒരാൾക്ക് കണ്ടുപിടിക്കണം എങ്ങനെയാണ് മിനറൽസ് അപ്ടേക്ക്
ചെയ്യുന്നത് അല്ലെങ്കിൽ മൊബിലൈസ് ചെയ്യുന്നത്. അപ്പൊ മൊബിലൈസ് ചെയ്യുന്നതിന്റെ അനാലിസിസ്, എക്സ്യൂഡേറ്റ് അനാലിസിസ് ചെയ്താൽ നമുക്ക് അത് കണ്ടുപിടിക്കാൻ പറ്റുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇനി ക്വസ്റ്റ്യനിൽ ഉപയോഗിച്ചിരിക്കുന്ന ടേം ആണ് എക്സ്യൂഡേറ്റ്. എന്താണ് എക്സ്യൂഡേറ്റ്? അതായത് നമ്മുടെ പ്ലാന്റിൽ നിന്ന് ചിലപ്പോ പ്ലാന്റ് സാപ്പ് എന്ന് പറഞ്ഞാൽ പ്ലാന്റിന്റെ ട്രാൻസ്പോർട്ട് നടക്കുന്ന ആ റീജിയന്റെ ഉള്ളിൽ ട്രാൻസ്പോർട്ട് ആവുന്ന എല്ലാ സാധനങ്ങളും, അത് മേ ബി ഫുഡ് ആവാം, അല്ലെങ്കിൽ മിനറൽസ് ആവാം, അല്ലെങ്കിൽ വാട്ടർ ആവാം, എല്ലാം കൂടി മിക്സ് ആയിട്ടുള്ളൊരു സാധനത്തിനെ സാപ്പ് എന്ന് വിളിച്ചു. ഇനി ആ സാപ്പിന്റെ, ആ പ്ലാന്റിന്റെ സാപ്പ് വിച്ച് ഊസസ് ഔട്ട് ഫ്രം ദി പ്ലാന്റ്, ഇതിനെയാണ് നമ്മൾ എക്സ്യൂഡേറ്റ് എന്ന് പറയുന്നത്. ഇനി ഈ സാപ്പിൽ എന്തൊക്കെ ഉണ്ടാവും? വാട്ടർ ഉണ്ടാവും, ഡിസോൾവ്ഡ് ഓർഗാനിക് ആൻഡ് ഇൻഓർഗാനിക് സബ്സ്റ്റൻസസും ഉണ്ടാവാം. ഇനി എക്സ്യൂഡേറ്റ് അനാലിസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഈ യൂസ് ഔട്ട് ചെയ്യുന്ന ലിക്വിഡ് അല്ലെങ്കിൽ സാപ്പിന്റെ അനാലിസിസ് ചെയ്ത് നോക്കുമ്പോൾ ഏതൊക്കെ സബ്സ്റ്റൻസസ് ഉണ്ടെന്ന് അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കാണാൻ പറ്റും? നൈട്രജൻ. നമുക്കറിയാം പ്ലാന്റിന് ഹൈ നൈട്രജൻ റിക്വയർമെന്റ് ആണ്. അതുകൊണ്ട് നമ്മൾ NPK ഫെർട്ടിലൈസേഴ്സ്, നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാഷ്യം ഒക്കെ ഇട്ട് കൊടുക്കുന്ന ഫോർ പ്ലാന്റ് ഗ്രോത്ത്. ഫാമേഴ്സ് ഒക്കെ അതാണ് മെയിൻലി ഗ്രോത്തിന് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നൈട്രജൻ എങ്ങനെയാണ് ട്രാൻസ്ലൊക്കേറ്റഡ് ആവുന്നത്? ഇൻ ഇൻഓർഗാനിക് അയൺ ഫോം ആൻഡ് ഓർഗാനിക് ഫോം ആസ് അമിനോ ആസിഡ്. ഇൻഓർഗാനിക് ഫോമിലും അയോൺ ആയിട്ടും ആൻഡ് ഓർഗാനിക് ആയിട്ടും ആസ് ദി അമിനോ ആസിഡ്സ് ആയിട്ടും ഈ നൈട്രജൻ ട്രാൻസ്ലൊക്കേറ്റഡ് ആവുന്നുണ്ട്. ആൻഡ് ചെറിയ അമൗണ്ട്സ് ഓഫ് ഫോസ്ഫറസ് കാണാം, സൾഫറും കാണാം, ബീങ് ട്രാൻസ്ലൊക്കേറ്റഡ് ഇൻ ഓർഗാനിക് ഫോംസ്. ഇനി സൈലം ആൻഡ് ഫ്ലോയമും എങ്ങനെയാണ്? ഒരു ചെറിയ തോതിൽ എന്ത് കാണിക്കുന്നുണ്ട്? എക്സ്ചേഞ്ച് ഓഫ് ദെയർ മെറ്റീരിയൽസ്. അതായത് സൈലം മിനറൽസ് ആൻഡ് വാട്ടർ ആണ്, ഫ്ലോയം അതിന്റെ സൂക്രോസ് ആണ്. അവർ ചെറിയൊരു തരത്തിൽ എവിടെയോ ഒരു എക്സ്ചേഞ്ച് നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് ഇവര് രണ്ടുപേരും എങ്ങനെയാണ്? ഓർഗാനിക് ന്യൂട്രിയന്റും ക്യാരി ചെയ്യും, ഇൻഓർഗാനിക് ന്യൂട്രിയന്റും ക്യാരി ചെയ്യും. ഓർഗാനിക് ന്യൂട്രിയൻ മെയിൻലി ഉദ്ദേശിക്കുന്നത് പ്ലാന്റ്സിന്റെ ഫുഡ്, അതായത് സൂക്രോസും കാര്യങ്ങളും. ഇൻഓർഗാനിക് കൊണ്ട് ആലോചിക്കുന്നത് ഇങ്ങനെ സൈലം അപ്ടേക്ക് ചെയ്ത് ക്യാരി ഔട്ട് ചെയ്യുന്ന നമ്മുടെ മിനറൽസിന്റെ ട്രാൻസ്ലൊക്കേഷൻ. ഇത് ഇവിടെ ഒരു എക്സ്ചേഞ്ച് കാണുന്നത് കൊണ്ട് ഇവര് രണ്ടാളും രണ്ട് സാധനങ്ങളും ഇൻഓർഗാനിക്കും ഓർഗാനിക്കും ക്യാരി ചെയ്യുന്നു. കൺക്ലൂഷൻ എന്താ? എക്സ്യൂഡേറ്റ് അനലൈസ് ചെയ്താൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ടു ഫൈൻഡ് മിനറൽസ് ആൻഡ് ഇൻ വിച്ച് ഫോം ദേ ആർ മൊബിലൈസ്ഡ് ഇൻ ദ പ്ലാന്റ്. ആൻഡ് ഈ എക്സ്യൂഡേറ്റിൽ പ്ലാന്റ് സാപ്പ് ആണ് ഉള്ളത്, വിച്ച് കണ്ടെയ്ൻസ് സൈലം along with phloem sap. ഇനി തേർഡ് ക്വസ്റ്റ്യൻ. From your knowledge of physiology, can you think of some method of increasing the life of cut plants in a vase? നമ്മളൊരു വാസിൽ കട്ട് ചെയ്ത പ്ലാന്റ്സ് വെച്ച് നമ്മൾ ഡെക്കറേഷൻ ഒക്കെ വെക്കുന്നതാണ് വാസിൽ. അപ്പോൾ ഈ കട്ട് പ്ലാന്റ്സ് വാസിൽ വെച്ചിരിക്കുന്നു ആൻഡ് അതിന്റെ ഗ്രോത്ത് ഇൻക്രീസ് ചെയ്യാൻ അല്ലെങ്കിൽ അതിന്റെ ലൈഫ് ഇൻക്രീസ് ചെയ്യാനുള്ള മെത്തേഡ്സ് ആണ് ചോദിച്ചിരിക്കുന്നത്. എന്ത് ചെയ്യാം? നമുക്കറിയാം മെയിൻലി സെനസെൻസ് എങ്ങനെയാണ് അച്ചീവ്ഡ് ആവുന്നത്? ഡ്യൂ ടു പ്ലാന്റിന്റെ ഗ്രോത്ത് ഹോർമോൺസ്. ഇങ്ങനെ ഗ്രോത്ത് ഇൻഹിബിറ്റിംഗ് ഹോർമോൺസ് ഉണ്ടാവും പ്ലാന്റ്സിന്. ആൻഡ് ഈ ഗ്രോത്ത് ഇൻഹിബിറ്റിംഗ് ഹോർമോൺസ് കൂടുമ്പോഴാണ് പ്ലാന്റ്സിന്റെ ഡെത്ത് നടക്കുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒന്ന്, ടു ഡിലേ സെനസെൻസ്. ഈ കട്ട് പ്ലാന്റ്സിന്റെ സെനസെൻസ് ഡിലേ ചെയ്യാം, അതായത് കുറക്കാം. ആ ഏജിങ് എന്ന് പറയുന്ന പ്രോസസ് നമുക്ക് സ്ലോ ഡൗൺ ചെയ്യാം. എങ്ങനെ? നമ്മുടെ ഗ്രോത്ത് ഇൻഹിബിറ്റിംഗ് അല്ല, ഗ്രോത്ത് പ്രൊമോട്ടിംഗ് ഹോർമോൺസ് ഉപയോഗിച്ച്. ആൻഡ് ഏതാണ് പ്രൊമോട്ട് ചെയ്യുന്ന ഹോർമോൺ? സൈറ്റോകൈനിൻ. ആൻഡ് സൈറ്റോകൈനിൻ നമുക്കറിയാം സെൽ ഡിവിഷൻ പ്രൊമോട്ട് ചെയ്യുന്നു. അപ്പൊ സെനസെൻസ് ഡിലേ ചെയ്യാൻ നമുക്ക് സൈറ്റോകൈനിൻസ് ഉപയോഗിക്കാം. ഇനി ഇതോ അല്ലെങ്കിൽ കട്ട് സ്റ്റെം നമുക്ക് വാട്ടറിൽ ഇമേഴ്സ് ചെയ്ത് വെക്കാം ടു അവോയ്ഡ് എയർ എൻറ്ററിങ് ദി സൈലം വെസൽസ്. അങ്ങനെയാകുമ്പോൾ എന്താണ്? പ്രസൻസ് ഓഫ് എയർ ഇൻ കേസ് വന്നാൽ അബ്സോർപ്ഷൻ ഓഫ് വാട്ടർ അതിനനുസരിച്ച് കുറയും. അപ്പോൾ സെനസെൻസ് ആക്ച്വലി ഫാസ്റ്റ് അപ്പ് ആവും. അപ്പൊ ഇതിനെ സ്ലോ ഡൗൺ ചെയ്യാൻ നമുക്ക് ഇമേഴ്സ് ചെയ്ത് വെക്കാം ഇൻ വാട്ടർ. ഇത് ഒരു വേ. ഇനി നെക്സ്റ്റ് എന്താണ്? നമുക്ക് ഡെഫിഷ്യൻസി ഡിസീസ് ഒന്നും വരാണ്ടിരിക്കും. നമുക്കറിയാം സോയിലിൽ എന്തൊക്കെ പ്ലാന്റിന് വേണോ അതൊക്കെ ഉണ്ട്. വിത്തൗട്ട് ഈവൻ ആഡിങ് എക്സ്ട്രാ അത് ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മളൊരു ആർട്ടിഫിഷ്യൽ സ്ഥലത്ത് വാസിൽ കുറച്ച് നമ്മൾ എക്സ്റ്റേണലി കുറച്ച് സോയിൽ എടുത്തിട്ടാൽ എങ്ങനെയാണ്? അത് എപ്പോഴെങ്കിലും ഡെഫിസിറ്റിലേക്ക് പോവാം. അപ്പൊ അങ്ങനെ ഡെഫിഷ്യൻസി ഡിസീസസ് വരാം. ഇത് പ്രിവെന്റ് ചെയ്യാൻ നമുക്ക് ഫെർട്ടിലൈസേഴ്സ് പോലെയുള്ള മിനറൽസ് എക്സ്റ്റേണലി ആഡ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമുണ്ട്. ഇനി നമ്മൾ ഒരു വിൻഡോയില് അല്ലെങ്കിൽ ഒരു ഓപ്പൺ എയർ സ്ഥലത്ത് വെക്കാം, അല്ലെങ്കിൽ നിയർ സൺലൈറ്റ് കൊണ്ടുവെക്കാം. കാരണം എന്താണ്? നമുക്കറിയാം പ്ലാന്റ്സിനും ഫോട്ടോസിന്തസിസ് ചാപ്റ്ററിൽ പഠിച്ചിരുന്നു, പ്ലാന്റ്സിന്റെ ഗ്രോത്തിന് ചില മെയിൻ റിക്വയർമെന്റ്സ് ഉണ്ട്, ലൈക്ക് സൺലൈറ്റ്, വാട്ടർ, അങ്ങനെയുള്ള റോ മെറ്റീരിയൽസ്. അപ്പൊ ഇതൊക്കെ മെയിൻലി അവൈലബിൾ ആവുന്ന സ്ഥലത്ത് കൊണ്ടുപോയി വെക്കാം. സോ ദാറ്റ് ഫോട്ടോസിന്തസിസും
ട്രാൻസ്പിരേഷന്റെ എഫിഷ്യൻസി എല്ലാം ഇൻക്രീസ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇത്രയും നമുക്ക് എന്തെന്ന് പറയാൻ പറ്റും, ടു ഇൻക്രീസ് ദി ലൈഫ് ഓഫ് കട്ട് പ്ലാന്റ്സ് ഇൻ എ വാസ് നമുക്ക് ചെയ്യാവുന്നതാണ്. ഇനി ഫോർത്ത് ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചിരിക്കുന്നത്, ഡു ഡിഫറെന്റ് സ്പീഷീസ് ഓഫ് പ്ലാന്റ്സ് ഗ്രോയിങ് ഇൻ ദ സെയിം ഏരിയ ഷോ ദി സെയിം റേറ്റ് ഓഫ് ട്രാൻസ്പിരേഷൻ അറ്റ് എ പെർട്ടിക്കുലർ ടൈം, ജസ്റ്റിഫൈ യുവർ ആൻസർ. എന്താണ് അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ എന്ത് മനസ്സിലാക്കണം, ട്രാൻസ്പിരേഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സ് ജസ്റ്റ് കണ്ടീഷണൽ അല്ലെങ്കിൽ ഗ്രോ ചെയ്യുന്ന ഏരിയയിൽ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്നതല്ല, അതിന് കുറച്ച് ഇന്റേണൽ ഫാക്ടേഴ്സും ഉണ്ട്. അപ്പൊ എങ്ങനെയാണ്, വാട്ടർ ലോസ്, ആദ്യം ട്രാൻസ്പിരേഷൻ എന്താന്ന് ജസ്റ്റ് എന്ന് പറയാം, ലോസ് ഓഫ് വാട്ടർ ആണ് ഇൻ ദ ഫോം ഓഫ് വേപ്പേഴ്സ്. ആൻഡ് ആരിലൊക്കെയാണ് ട്രാൻസ്പിരേഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റും, ഒരേ സ്ഥലത്ത് ഗ്രോ ചെയ്യാന്ന് പറഞ്ഞ് ഇറ്റ് മൈറ്റ് നോട്ട് ഷോ ദി സെയിം റേറ്റ് ഓഫ് ട്രാൻസ്പിരേഷൻ. കാരണം എന്താ, ഓരോ പ്ലാന്റിനും ഓരോ അഡാപ്റ്റേഷൻസ് ആണ്, ഓരോ റിക്വയർമെന്റ്സ് ആണ്, ആൻഡ് അതിന്റെ ഇൻഹറന്റ് കേപ്പബിലിറ്റീസും ഡിഫറെന്റ് ആണ്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മൾ C3 പ്ലാന്റ്സും C4 പ്ലാന്റ്സും ഒരേ സ്ഥലത്ത് കൊണ്ടുവച്ചാൽ രണ്ടും സർവൈവ് ചെയ്യണമെന്നില്ല. അത് ഹാർഷ് കണ്ടീഷൻസിൽ കുറച്ചും കൂടി അഡാപ്റ്റ് ചെയ്യാൻ ചാൻസ് ഉള്ള പ്ലാന്റ്സ് ആണോ, എന്നാൽ അതിന് കൂടുതൽ അഡാപ്റ്റേഷൻസ് ഉള്ളതുകൊണ്ട് സർവൈവലും കൂടുതലായിരിക്കും. അപ്പം അങ്ങനെയുള്ള അഡാപ്റ്റേഷൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് അറിയണം. ആൻഡ് എന്തൊക്കെയാണ് ട്രാൻസ്പിരേഷൻ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്ന് പറയണം. ഇപ്പൊ ഫസ്റ്റ് നമ്മൾ നോക്കുകയാണ് ലീഫ് ഏരിയ ആൻഡ് സ്ട്രക്ചർ. ലീഫ് ഏരിയ എടുത്ത് നോക്കുമ്പോൾ നമുക്കറിയാം, അടഞ്ഞു കിടക്കുന്ന ലീഫ് ആണെങ്കിൽ അതിന്റെ ട്രാൻസ്പിരേഷൻ റേറ്റ് എങ്ങനെയാണ്, കുറച്ചും കൂടി കുറവായിരിക്കും ദാൻ ഈ ഓപ്പൺ ബ്രോഡ് ആയിട്ടുള്ള ലീഫ്. അപ്പോൾ സർഫസ് ഏരിയ ആൻഡ് ലീഫിന്റെ സ്ട്രക്ചർ, ദ മോർ ദി ഏരിയ ഓഫ് ദ ലാമിന ആൻഡ് ബ്രോഡർ ദ ലീഫ്, എങ്ങനെയാണ് ട്രാൻസ്പിരേഷൻ കൂടുതലാണ്. ഫോർ എക്സാമ്പിൾ നമ്മൾ ബനിയനും നീമും കമ്പയർ ചെയ്യുകയാണെങ്കിൽ നീമിന് ബ്രോഡർ ലീവ്സ് ആണ്, ട്രാൻസ്പിരേഷനും അതിനനുസരിച്ച് കൂടുതലായിരിക്കും. ഇനി നമ്പർ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് സ്റ്റൊമേറ്റയാണ് സെക്കൻഡ് പോയിന്റ്. കാരണം സ്റ്റൊമേറ്റയാണ് മെയിൻലി ട്രാൻസ്പിരേഷൻ നടക്കുന്ന സ്ഥലം. അപ്പോൾ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് സ്റ്റൊമേറ്റോ നോക്കുമ്പോൾ നമ്മൾ മോണോകോട്ട് ലീഫും ഡൈകോട്ട് ലീഫും നോക്കും. ഡൈകോട്ട് ലീഫിൽ നമുക്കറിയാം എങ്ങനെ ഓൺ ദി ബേസ് അല്ലെങ്കിൽ ബാക്സിൽ അല്ലെങ്കിൽ ലോവർ സൈഡിലാണ് അപ്പറിനെക്കാട്ടി കൂടുതൽ സ്റ്റൊമേറ്റ. ആൻഡ് ഐസോബൈലാറ്ററൽ ലീവ്സ് അല്ലെങ്കിൽ മോണോകോട്ട് ലീവ്സിൽ എങ്ങനെയാണ് ഈക്വൽ സ്റ്റൊമേറ്റയാണ് ബോത്ത് സൈഡ്സിലും. അപ്പൊ എന്ത് പറ്റും, അതിന്റെ ട്രാൻസ്പിരേഷൻ ലെവൽസും എങ്ങനെയായിരിക്കും, ഡിഫറെന്റ് ആയിരിക്കും. ഇനി എക്സ്പോഷർ കൂടിയ സ്ഥലത്ത്, അതായത് അപ്പർ സൈഡിൽ സ്റ്റൊമേറ്റോ കൂടുതലാണെങ്കിൽ എന്ത് പറ്റും, കൂടുതൽ ട്രാൻസ്പിരേഷൻ നടക്കും ദാൻ ദി ലോവർ സൈഡ്. ഇതും ബേസിക്കലി അറിഞ്ഞിരിക്കണം. ഇനി ഈ സ്റ്റൊമേറ്റോ ഓൾറെഡി ഉണ്ടെന്ന് പറഞ്ഞു, ഈ സ്റ്റൊമേറ്റ ആക്ച്വലി എത്ര എണ്ണാണ് ഉള്ള സ്റ്റൊമേറ്റയിൽ ഓപ്പൺ ആയിട്ടുള്ളതെന്ന് നെക്സ്റ്റ് പോയിന്റ്. ഓപ്പൺ ആയിട്ടുള്ള കൺസിഡർ ചെയ്യുന്ന എന്താ കാര്യം, ക്ലോസ്ഡ് സ്റ്റൊമേറ്റ ആണെങ്കിൽ അത് റെഡ്യൂസ് ചെയ്യും ട്രാൻസ്പിരേഷൻ. അതേപോലെ തന്നെ സങ്കൻ സ്റ്റൊമേറ്റ, മുങ്ങിക്കിടക്കുന്ന കുറച്ച് ഡീപ്ലി ലൊക്കേറ്റഡ് ഡീപ്ലി സീറ്റഡ് സ്റ്റൊമേറ്റ ആണെങ്കിൽ അതിലും എങ്ങനെയാണ് ട്രാൻസ്പിരേഷൻ അതിനനുസരിച്ച് കുറവായിരിക്കും. അപ്പോ സം പ്ലാന്റ്സ് ലൈക്ക് നീരിയം, എന്താണ് നീരിയത്തിന്റെ പ്രത്യേകത, സങ്കൻ സ്റ്റൊമേറ്റ ഉണ്ട് ആൻഡ് ഇറ്റ് ഹെൽപ്സ് ഇൻ റെഡ്യൂസിങ് ട്രാൻസ്പിരേഷൻ അഥവാ വാട്ടർ ലോസ്. ഇനി C4 പ്ലാന്റ്സ് എങ്ങനെയാണ്, മോസ്റ്റ്ലി ഡിസേർട്ട് പ്ലാന്റ്സ് ആണ്. ആൻഡ് മെയ്സും ഒക്കെ എടുത്ത് നോക്കിയാൽ അവരുടെ സ്റ്റൊമേറ്റ ഡ്യൂറിംഗ് ദ ഡേ ടൈം ക്ലോസ്ഡ് ആയിരിക്കും ടു റെഡ്യൂസ് റേറ്റ് ഓഫ് ട്രാൻസ്പിരേഷൻ. ഇനി നെക്സ്റ്റ് പോയിന്റ് എന്താണ്, വാട്ടർ സ്റ്റേറ്റസ് ഓഫ് ദി പ്ലാന്റ്. വാട്ടർ ലോസ് സംഭവിക്കണമെങ്കിൽ പ്ലാന്റിന് എത്രമാത്രം വാട്ടർ ഉണ്ടെന്ന് നമുക്ക് ആദ്യം മനസ്സിലാക്കണം. അപ്പോൾ പ്ലാന്റിന് കുറെ വാട്ടർ ഉണ്ടെങ്കിൽ ട്രാൻസ്പിരേഷൻ റേറ്റും അതിനനുസരിച്ച് ഇൻക്രീസ്ഡ് ആയിരിക്കും അല്ലെങ്കിൽ കൂടിയിരിക്കും. ഇനി ക്യൂട്ടിക്കിൾ, ലീവ്സിന് ക്യൂട്ടിക്കിൾ ഉണ്ടെങ്കിൽ ആൻഡ് ആ ക്യൂട്ടിക്കിൾ കുറച്ചും കൂടി തിക്ക് ആണെങ്കിൽ ലൈക്ക് ബാനിയൻ, അവരുടെ ട്രാൻസ്പിരേഷൻ റേറ്റ് അനുസരിച്ച് കുറവായിരിക്കും. അപ്പൊ തിക്കർ ക്യൂട്ടിക്കിൾ ആണ് നെക്സ്റ്റ് പോയിന്റ്. ഇനി ലീവ്സ് ഉണ്ടെന്ന് പറഞ്ഞു, ലീവ്സിന് എക്സ്പോഷർ എത്രയോ ആയിക്കോട്ടെ, അതിന്റെ സ്റ്റൊമേറ്റ എത്രയോ ആയിക്കോട്ടെ, എക്സ്പോസിങ് സർഫസിൽ എന്തോ ആയിക്കോട്ടെ, ഇതിനൊക്കെ എങ്ങനെയായിരിക്കണം, റോളിംഗ് അപ്പ് ഓഫ് ദ ലീവ്സ് അല്ലെങ്കിൽ ട്വിസ്റ്റഡ് ലീവ്സ് ഉണ്ടെങ്കിൽ എങ്ങനെയാണ് എക്സ്പോസ്ഡ് സർഫസ് ഏരിയ റെഡ്യൂസ് ചെയ്യാൻ പറ്റും. അതായത് നോർമലി ബ്രോഡ് ലീഫ് ആണെങ്കിലും ഇഫ് ഇറ്റ് ഹാസ് ദി കേപ്പബിലിറ്റി ടു റോൾ അപ്പ് ലീവ്സ് അല്ലെങ്കിൽ ട്വിസ്റ്റ് ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഉണ്ടെങ്കിലും ആക്ച്വൽ എഫിഷ്യന്റ് സർഫസ് ഏരിയ വേർ ട്രാൻസ്പിരേഷൻ ഇസ് ഹാപ്പനിങ് അതെങ്ങനെയാണ്, റിഡക്ഷൻ സംഭവിച്ചു. ആൻഡ് എയറിന്റെ കോണ്ടാക്റ്റിൽ വരുന്ന സർഫസ് ഏരിയ കുറഞ്ഞു, അങ്ങനെ റേറ്റ് ഓഫ് ട്രാൻസ്പിരേഷനും കുറയുന്നു. അപ്പോ ഇത്രയും കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും കുറെ മോഡിഫിക്കേഷനും പ്ലാന്റ്സിന്റെ സ്ട്രക്ചറും പ്ലാന്റ്സിന്റെ ലീഫിന്റെ സ്ട്രക്ചറും അതിന് എത്രത്തോളം വാട്ടർ ഉണ്ട് ആൻഡ് ക്യൂട്ടിക്കിൾ എങ്ങനെയാണ് ആൻഡ് എത്ര സ്റ്റൊമേറ്റ ഉണ്ട് ആൻഡ് ഹൗ മച്ച് ഓഫ് ദിസ് സ്റ്റൊമേറ്റ എക്സിസ്റ്റിംഗ് സ്റ്റൊമേറ്റ ഇസ് ഓപ്പൺ. ഇത്രയും കേസസിൽ എന്ത് ഡിപ്പെൻഡന്റ് ആണ്, ഇത്രയും ഫാക്ടേഴ്സിൽ ഡിപ്പെൻഡന്റ് ആണ് ദ റേറ്റ് ഓഫ് ട്രാൻസ്പിരേഷൻ അറ്റ് എ പെർട്ടിക്കുലർ ഏരിയ ഇൻ എ പെർട്ടിക്കുലർ ടൈം. അപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റും,
എല്ലാവർക്കും സെയിം റേറ്റ് ഓഫ് ട്രാൻസ്പിറേഷൻ ഇറസ്പെക്റ്റീവ് ഓഫ് എനിത്തിങ് എൽസ് നമുക്ക് പറയാൻ പറ്റില്ല. ഈ ഫാക്ടേഴ്സും ജസ്റ്റ് ഒന്ന് അണ്ടർലൈൻ ചെയ്ത് പഠിച്ചു നോക്കുക. ഇനി 5th ക്വസ്റ്റ്യൻ, വാട്ടർ ഇസ് ഇൻഡിസ്പെൻസിബിൾ ഫോർ ലൈഫ്. വാട്ട് പ്രോപ്പർട്ടീസ് ഓഫ് വാട്ടർ മേക്ക് ഇറ്റ് യൂസ്ഫുൾ ഫോർ ഓൾ ബയോളജിക്കൽ പ്രോസസ് ഓൺ എർത്ത്? അപ്പോൾ നമുക്കറിയാം എല്ലാ ജീവജാലങ്ങൾക്കും എന്തിനാവശ്യമുണ്ട്? വാട്ടർ ആവശ്യമുണ്ട് ഫോർ വേരിയസ് പ്രോസസ്. അതായത് മെയിൻ ഫങ്ഷൻസ് ക്യാരി ഔട്ട് ചെയ്യാൻ വാട്ടറിന്റെ ആവശ്യമുണ്ട്. ആൻഡ് വാട്ടർ നെസസറി ആണെന്ന് പറയാം. വാട്ടർ ഇല്ലാണ്ട് സർവൈവൽ നടക്കില്ല. അപ്പോൾ ഏത് പ്രോപ്പർട്ടീസ് ആണ് ഇതിന് മാത്രം എന്യൂമറേറ്റ് ചെയ്യാനുള്ളതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എങ്ങനെയാണ്? ഒന്നാമത്തെ പോയിന്റ്, വാട്ടർ എല്ലാത്തിനും യൂണിവേഴ്സൽ സോൾവെന്റ് ആണ്. ഇപ്പൊ ഇനി കാപ്പിലാരിറ്റി ഓൾറെഡി പറഞ്ഞ ഫോഴ്സ് കാരണം എങ്ങനെ കാപ്പിലാരിറ്റി കാണിക്കുന്നു. ആൻഡ് വാട്ടർ മോളിക്യൂൾസിന് അഡഷൻ ഉണ്ട്, കൊഹഷൻ ഉണ്ട് എന്നൊക്കെ പറഞ്ഞു. ഈ അഡഷനും കൊഹഷനും സർഫസ് ടെൻഷനും ഒക്കെ കാരണം കാപ്പിലാരിറ്റി കാണിക്കുന്നു. കാപ്പിലാരിറ്റി ഉള്ളതുകൊണ്ടാണ് ത്രൂ എ ട്യൂബ് അല്ലെങ്കിൽ സൈലം വെസൽ അല്ലെങ്കിൽ സൈലം ബണ്ടിനുള്ളിൽ കൂടി വാട്ടർ അസെൻഡ് ചെയ്ത് നമുക്ക് നീഡഡ് പാർട്സിലേക്ക് എത്തുന്നത്. ഇനി ഡെൻസിറ്റി, വാട്ടറിന്റെ ഡെൻസിറ്റിയും ഫേവറബിൾ ആയതുകൊണ്ടാണ് അതിന് യൂണിവേഴ്സൽ സോൾവെന്റ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ആൻഡ് അതിന് അതിൻ്റെതായ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ഉണ്ട്. ഇത്രയും ഫിസിക്കൽ പാരാമീറ്റേഴ്സ് ഉള്ളതുകൊണ്ടാണ് നമ്മൾ പ്രോപ്പർട്ടീസ് ഓഫ് വാട്ടർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇത്രയും കാര്യങ്ങൾ പറയാൻ പറ്റും. മെയിൻ മീഡിയം വാട്ടർ തന്നെ ആയിരിക്കും. ആൻഡ് ന്യൂട്രിയൻ ട്രാൻസ്പോർട്ടിനും നമ്മുടെ വാട്ടർ ആണ് മീഡിയം ആയിട്ട് ആക്ട് ചെയ്യുന്നത്. ഇനി ഇതിന്റെ കൊഹസീവ് ഫോഴ്സ് ഉള്ളതുകൊണ്ട് ഇവരുടെ സർഫസ് ടെൻഷൻ മെയിൻറ്റെയിൻഡ് ആവാണ്. അത് ഹെൽപ്സ് ഇൻ ഷോയിങ് ഇറ്റ്സ് കാപ്പിലറി ആക്ഷൻ. ആൻഡ് അഡസീവ് പ്രോപ്പർട്ടി ഉള്ളതുകൊണ്ട് നമ്മൾ വാട്ടർ വിത്തൗട്ട് ട്രാപ്പിംഗ് എയർ ഒരു കണ്ടിന്യൂസ് സ്ട്രീം ആയിട്ട് സൈലം വെസലിൽ ട്രാൻസ്ലൊക്കേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു. ആൻഡ് ഈ പ്രോപ്പർട്ടീസ് ഓഫ് വാട്ടർ ഹെൽപ്സ് ഇൻ ട്രാൻസ്പോർട്ടേഷൻ ത്രൂ സൈലം. ഇനി സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ഓഫ് വാട്ടർ എങ്ങനെയായിരിക്കും? സച്ച് ദാറ്റ് ഇറ്റ് മിനിമൈസസ് ചേഞ്ചസ് ഇൻ ടെമ്പറേച്ചർ. ആസ് എ റിസൾട്ട് വാട്ടർ എങ്ങനെയാണ് നമ്മുടെ ബോഡി ഹീറ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നു. കാരണം എന്താ, നമ്മൾ പുറത്തുള്ള ടെമ്പറേച്ചർ ചേഞ്ചസ് ഉള്ളിലേക്ക് ആക്ച്വലി അത്രയും അഫക്റ്റഡ് ആവാണ്ട് നോക്കുന്നു. കാരണം എന്താ, വാട്ടർ ഹെൽപ്സ് ഇൻ ഡിസ്ട്രിബ്യൂട്ട് ആണുള്ളത്. വാട്ടർ ബോഡീസിൽ ഐസ് ഫ്ലോട്ട്സ് ഓൺ ലിക്വിഡ് വാട്ടർ. കാരണം എന്താ, അതിന് ലോ ഡെൻസിറ്റി ആയതുകൊണ്ട്. ആൻഡ് ഇത് എങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നു? നമ്മുടെ ആനിമൽസിനും പ്ലാന്റ്സിനും ഒക്കെ വാട്ടർ ബോഡീസിൽ നിന്ന് വാട്ടർ ആവശ്യം ഉണ്ടാവാം. ആൻഡ് ഇങ്ങനെ ഒരു ഇൻസുലേറ്റിംഗ് ബാരിയർ ഉള്ളതുകൊണ്ട് ഇറ്റ് പ്രൊട്ടക്ട്സ് ആനിമൽസ് ആൻഡ് പ്ലാന്റ് ലൈഫ് ഇൻ ദ വാട്ടർ ബോഡി ഫ്രം ഫ്രീസിങ്. ഇത് ജസ്റ്റ് ഒരു അത്ര ഇമ്പോർട്ടന്റ് പോയിന്റ്. ഡെൻസിറ്റി ഓഫ് വാട്ടർ അതിന് പ്രത്യേകത ഐസ് ഫ്ലോട്ട് ചെയ്യുന്ന കേപ്പബിലിറ്റി ഉള്ളതുകൊണ്ട് ഫ്രീസിങ് കണ്ടീഷൻസിൽ അല്ലെങ്കിൽ എക്സ്ട്രീം കോൾഡ് ടെമ്പറേച്ചറിൽ ഇറ്റ് ഹെൽപ്സ് ഇൻ പ്രൊട്ടക്ടിങ് ആനിമൽസ് ആൻഡ് പ്ലാന്റിന്റെ ലൈഫ് ആസ് എൻ ഇൻസുലേറ്റിംഗ് ബാരിയർ. അപ്പൊ ഇത്രയും പ്രോപ്പർട്ടീസ് ഉള്ളതുകൊണ്ട് ഇതെല്ലാം എഴുതിയിട്ടെങ്കിൽ ഒരു 4-5 എന്ന് എഴുതിയാൽ തന്നെ നിങ്ങൾക്ക് മാർക്ക് കിട്ടും. അപ്പൊ നമ്മള് ഷോർട്ട് ആൻസർ ടൈപ്പിൽ 5th ക്വസ്റ്റ്യൻ വരെ സോൾവ് ചെയ്തു. ഇനി ബാക്കി 6th ഓൺവേർഡ്സ് നമ്മൾ അടുത്ത പാർട്ടിൽ ചെയ്യും. അടുത്ത പാർട്ടിൽ നമ്മൾ ഹോൾ NCERT എക്സാംപ്ലർ കംപ്ലീറ്റും ചെയ്യും. അപ്പൊ കൺക്ലൂഡ് ചെയ്യാണ്. MCQ നമ്മൾ തീർത്തു. ആൻഡ് വെരി ഷോർട്ട് ആൻസർ ടൈപ്പ് നമ്മൾ തീർത്തു. ആൻഡ് ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യനിൽ 5th ക്വസ്റ്റ്യൻ വരെ ചെയ്തു. ഇനി 6th ഓൺവേർഡ്സ് നമ്മൾ ഷോർട്ട് ആൻസർ 6th തൊട്ട് 25 വരെ ചെയ്യണം. ആൻഡ് ലോങ് ആൻസർ 6 ക്വസ്റ്റ്യൻസ് കൂടെ സോൾവ് ചെയ്താൽ നമ്മുടെ ചാപ്റ്റർ ഫിനിഷ് ആവും. താങ്ക് യു.